നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഭൗതിക ജീവിതത്തിന്റെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഞാനും നിങ്ങളുമൊക്കെ വിസ്മരിച്ചു പോകുന്ന, നമ്മെ ഏറെ വിസ്മരിപ്പിക്കാൻ പിശാച് ശ്രമിക്കുന്ന ഒരു വിഷയമാണ് മരണാനന്തര ജീവിതം എന്ന വിഷയം. അതാണ് ഇന്ന് നിങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഞാൻ ഓതിവെച്ച സൂറത്ത് അൽ ഹദീദിലെ 20-ാമത്തെ ആയത്ത് ഈ ജീവിതം നശ്വരമാണെന്നും പരലോകമാണ് ശാശ്വതമെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമാണ്. ഇതുപോലെയുള്ള നിരവധി വചനങ്ങൾ വിശുദ്ധ ഖുർആൻ ഈ ഒരു സത്യം നമ്മെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഓതിയ ആയത്തിന്റെ അർത്ഥം, യഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയാ ലഹുവും വ ലഅബും വ സീനത്തും. ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് കളിയും വിനോദവും അലങ്കാരവും മോടിയുമാണ്. വ തഫാഖുറും ബൈനക്കും, നിങ്ങൾ പരസ്പരമുള്ള മേനി പറച്ചിലാണ്. അതുപോലെ തന്നെ വ തകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, എനിക്കാണ് അധികം സമ്പത്ത്, എനിക്കാണ് അധികം സന്താനങ്ങൾ എന്നിങ്ങനെ പെരുമ പറച്ചിലാണ്. ഇതൊക്കെയാണ് ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. കമസലി ഗൈസിന്റെ, ഒരു മഴ പോലെ, അജബൽ കുഫാർ നബാത്തുഹു, ആ മഴ പെയ്തപ്പോൾ ചില ചെടികളൊക്കെ മുളച്ചു പൊന്തി. അപ്പോൾ ഒരു കർഷകനെ അത് വല്ലാതെ ആകർഷിച്ചു. പക്ഷേ തുമ്മ യഹീജു, പിന്നെ അത് ഉണങ്ങിപ്പോകുന്നു. ഫതറാഹു മുസ്ഫറ, അപ്പോൾ ആ ചെടികളെയൊക്കെ നിനക്ക് മഞ്ഞ നിറമുള്ളതായി നിനക്ക് കാണാം. തുമ്മ യകൂനു ഹുതാമ, പിന്നെ അത് തുരുമ്പായി തീരുന്നു. വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ് വമഗ്ഫിറത്തും മിനല്ലാഹ്, എന്നാൽ ആഖിറത്തിലാകട്ടെ കഠിനമായ ശിക്ഷയും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും വരിളുവാനും അവന്റെ പൊരുത്തവുമുണ്ട്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഭൗതിക ജീവിതം ഒരു വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. അപ്പൊ മഴ പെയ്യുമ്പോ ചെടി മുളച്ചു പൊന്തും, പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അത് വാടിപ്പോകും, പിന്നെ ഉണങ്ങിപ്പോകും. ഇതുപോലെ ഭൗതിക ജീവിതത്തിന്റെ മോടി കണ്ട് നിങ്ങൾ അതിൽ മയങ്ങിപ്പോകേണ്ടതില്ല. അത് നശിക്കാനുള്ളതാണ്, അത് നശിച്ചു പോകും. ഈ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് കളിയും വിനോദവും അലങ്കാരവും അതുപോലെ തന്നെ പരസ്പരം മേനി പറച്ചിലും, എനിക്കാണ് കൂടുതൽ സമ്പത്ത്, എനിക്കാണ് കൂടുതൽ സന്താനം എന്നിങ്ങനെ പെരുമ നടിക്കലും ഒക്കെയാണ്. അതിലൊന്നും നിങ്ങൾ വഞ്ചിതരായി പോകരുത്. ഇത് വഞ്ചനയുടെ വിഭവമാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ ഇത് തന്നെയാണ് എന്റെ ജീവിതം മുഴുവനും, ഇത് കിട്ടിയാൽ എല്ലാം കിട്ടി, ഇത് കിട്ടാതെ പോയാൽ ഞാൻ ആകെ നശിച്ചു എന്നൊന്നും നിങ്ങൾ കരുതേണ്ട. ഇത് വഞ്ചനയുടെ വിഭവമാണ്, ഇത് താൽക്കാലിക വിഭവം മാത്രമാണ്, ഇത് നശിക്കാനുള്ളതാണ് എന്ന് ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇസ്ലാമിക ജീവിത വീക്ഷണത്തിന്റെ കഴമ്പും കാതലും. ഈ ബോധം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ശരിയാകും. നേരത്തെ സ്വാഗതത്തിൽ അനസ് പറഞ്ഞതുപോലെ ഈ ജീവിതത്തിൽ എന്ത് ത്യാഗം സഹിക്കുവാനും നമുക്ക് പ്രചോദനവും മനസ്സുറപ്പും നമുക്ക് ലഭിക്കും. ഇതെന്താ ഇവിടെ ഇപ്പൊ എങ്ങനെ സഹിച്ചാൽ എന്താ, ഇതിപ്പോ ഇന്നോ നാളെയോ നശിക്കാനുള്ളതല്ലേ എന്ന ഒരു ചിന്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്ൻ ഉമർ റളിയല്ലാഹുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞൊരു വാചകം നിങ്ങൾ കേട്ട് കാണും. കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബുൻ വ ആബിറു സബീൽ, താങ്കൾ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം, അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ. ഇവിടെ പരിചയമില്ലാത്ത ഒരാൾ ഇവിടെ വന്നാല് അയാൾ എന്തായിരിക്കും? അയാൾ പെട്ടെന്ന് ഇവിടുന്ന് പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും. ഒരു യാത്രക്കാരന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. അയാൾ യാത്രക്കുള്ള അത്യാവശ്യ സാമഗ്രികളുമായി മാത്രം വരും. എന്നിട്ട് ഈ 2-3 ദിവസം കഴിഞ്ഞ് എനിക്ക് പോകണമല്ലോ എന്ന ചിന്ത, ഞാൻ വന്ന കാര്യം ചെയ്ത് തീർത്ത് വണ്ടി എപ്പോഴാണ്, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത്, അങ്ങനെ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണം നിങ്ങൾ ഈ ദുനിയാവിൽ എപ്പോഴും എപ്പോഴും. കണ്ടോ? ഇത് കേട്ടതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടത്രേ, ഇദാ അംസൈത ഫലാ തൻതളിർ സബാഹ്, വൈകുന്നേരമായി കഴിഞ്ഞാൽ നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. വൈദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ, പ്രഭാതമായി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമാകുമെന്ന് നീ കാത്തിരിക്കരുത്. വഖുദ് മിൻ സിഹ്ഹതിക ലിമറലിക, നിനക്ക് ആരോഗ്യമുള്ള സമയത്ത് രോഗകാലത്തേക്ക് വേണ്ടി നീ നേടിവെക്കണം. വമിൻ ഹയാതിക ലിമൗതിക, ജീവിതത്തിൽ നിന്നും മരണത്തിനു വേണ്ടി നീ നേടിവെക്കണം എന്നിങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട് എന്നും ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ജീവിത സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ദുനിയാവിന്റെ നശ്വരത നമുക്ക് നമ്മുടെ മനസ്സിൽ കല്ലിൽ കൊത്തിയ പോലെ നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക്
പരലോക ജീവിതത്തെക്കുറിച്ചും മരണാനന്തരം സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാ ഭൗതിക ദർശനങ്ങളും ദീനി വിഷയങ്ങളും തമ്മിൽ വേർപിരിയുന്ന ഒരു ടേണിംഗ് പോയിന്റ് കൂടിയാണിത്. ഭൗതിക ദർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം, ഇവിടെ എങ്ങനെ പൈസ ഉണ്ടാക്കണം, ഇവിടെ എങ്ങനെ സ്ഥാനമാനങ്ങൾ നേടണം, ഇവിടെ എങ്ങനെ പണം ഇരട്ടിപ്പിക്കണം, ഇവിടെ കൂടുതൽ സുഖിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, കൂടുതൽ ലൈംഗിക ആസ്വാദനം വേണം, കൂടുതൽ ഭക്ഷണം കഴിക്കണം, രോഗം വരാതിരിക്കണം, ശരീരം വർദ്ധിക്കണം, അങ്ങനെയുള്ള ചിന്തകളും അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങളും അതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങളും അതൊക്കെയാണ് ഭൗതിക ദർശനങ്ങൾ മനുഷ്യന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തിനും പ്രോഫിറ്റ് എന്ത് കിട്ടുമെന്ന് നോക്കി മാത്രം, ഇവിടുത്തെ കഷ്ടനഷ്ടങ്ങളും ലാഭഛേദങ്ങളും നോക്കി മാത്രമാണ് അവർ കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ നബിയെ പറയുക, മതാഉദ് ദുനിയ ഖലീൽ, ദുനിയാവിലെ വിഭവങ്ങളൊക്കെയും കുറച്ചു മാത്രമേ ഉള്ളൂ. വൽ ആഖിറത്തു ഖൈറുൽ ലിമൻ ഇത്തഖ, ആഖിറം അതാകുന്നു തഖ്വയുള്ളവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വലാ തുദ്ലമൂന ഫതീല, അവിടെ നിങ്ങൾ ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ അത്ര പോലും നിങ്ങളോട് അനീതി ചെയ്യപ്പെടുന്നതില്ല, നീതിയുടെ ദിവസമാകുന്നു അത്. ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇവിടെ ഒരു 70 കൊല്ലം ജീവിക്കാൻ കിട്ടിയാൽ അതുപോലെ 70 കൊല്ലം മരണത്തിന് ശേഷവും കിട്ടുക എന്നല്ല. അനശ്വരമായ ജീവിതമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ ജീവിതത്തിന്റെ പ്രതികരണമാണ് അവിടെ, ഈ ജീവിതത്തിൽ എന്തു ചെയ്തു അതിന്റെ പ്രതിഫലനമാണ് അവിടെ കാണുന്നത്. നിങ്ങൾ കേട്ട് കാണും അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ എന്ന്. ദുനിയാവ് ആഖിറത്തിന് വേണ്ടിയുള്ള കൃഷിയിടമാകുന്നു. ഇവിടെ നിങ്ങൾ വിതച്ചത് അവിടെ നിങ്ങൾ കൊയ്യും എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ കൃഷി ഇറക്കാനുള്ള സ്ഥലമാണ്. അതിന്റെ വിളവെടുക്കേണ്ടത് നമുക്ക് പരലോകത്തിലാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ മനുഷ്യനും മരണം രുചിച്ചു നോക്കുക തന്നെ ചെയ്യും. ജനിച്ചവരൊക്കെ മരിക്കും. അതാരെയും സിദ്ധാന്തങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല. മനുഷ്യ ജീവിതത്തിൽ നിത്യേന നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് നിറവേറ്റി തരുന്നത് ഖിയാമത്ത് നാളിൽ മാത്രമാണ്. ഫമൻ സുഹ്സിയ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, അന്ന് ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അയാൾ വിജയിച്ചു. അതാണ് വിജയത്തിന്റെ ആധാരം. സ്വർഗത്തിൽ പ്രവേശിക്കാൻ നരകത്തിൽ അകറ്റപ്പെടുക. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, അവിടെയും പറഞ്ഞു ഈ ഭൗതിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണ്. അത് കണ്ട് നിങ്ങൾ വഞ്ചിതരായി പോകണ്ട. അതിന്റെ പളപളപ്പും അതിന്റെ സൗകുമാര്യതയൊക്കെ കണ്ടിട്ട് ഓ ഇത് തന്നെയാണ് എന്ന് വിചാരിച്ച് അതിലൂടെ അങ്ങോട്ട് പോയി വീഴണ്ട എന്ന ഒരു സൂചന ആ ആയത്തിന്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പരലോകത്തിനു വേണ്ടി തയ്യാറെടുക്കാനുള്ള ഒരു സന്ദർഭമാകുന്നു ഈ ദുനിയാവ്. അത് പെട്ടെന്ന് നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത്, നാളെ പരലോകത്തെ കുറിച്ച് അള്ളാഹു പറയാണ്, ഇന്ന് എല്ലാ മനുഷ്യർക്കും അവർ നേടിയതെന്തോ അതിന്റെ പ്രതിഫലം ലഭിക്കും. ലാ ദുൽമൽ യൗം, ഇന്ന് ആരോടും ഒരു അനീതിയുമില്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്ക് നോക്കുന്നവനാകുന്നു. സൂറത്ത് അൽ മുഅ്മിനിലെ 16-17 വചനങ്ങളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചിന്തിച്ചു നോക്കാം, ഏതൊരു ചെറിയ ആൾക്കും ചിന്തിക്കാം, എന്തിനാണ് പരലോകം നിശ്ചയിച്ചത്? പരലോകം എന്നൊരു യാഥാർത്ഥ്യം ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ മനോഭാവം? നീതി കിട്ടുന്ന ഒരു സമയത്തെക്കുറിച്ച് അവൻ ആലോചിക്കാൻ കഴിയോ? നിങ്ങൾ നോക്കൂ, നീതിപൂർണമായ പ്രതിഫലം ലഭിക്കണമെന്ന് നമ്മുടെയൊക്കെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ നന്മയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒരുപാട് തിന്മകൾ അവരെ കൺമുമ്പിൽ കാണുന്നുണ്ട്. പല സുഖങ്ങളും അവർ വെടിയുകയാണ്, പല നഷ്ടങ്ങളും അവർ സഹിക്കുകയാണ്. പണമുണ്ടാക്കാവുന്ന പല മാർഗങ്ങൾ പക്ഷെ നിഷിദ്ധമായതുകൊണ്ട് അവർ ഒഴിവാക്കുകയാണ്. സുഖം ആസ്വദിക്കാവുന്ന വേറെ കുറെ മാർഗങ്ങൾ പക്ഷെ നിഷിദ്ധമായതുകൊണ്ട് അവർ ഒഴിവാക്കുകയാണ്. തിന്മകൾക്ക് നടുവിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിശാച് പിടിച്ചു വലിച്ചിട്ടും പോകാതെ ഉറച്ചു നിൽക്കുന്ന, കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ചു നിൽക്കുന്ന ഒരാള്, അയാളും ഇവിടെ കുടിച്ചും കളിച്ചും പിടിച്ചും താൻ തോന്നിയും തന്നിഷ്ടക്കാരനും തമ്മാടിയുമായി ജീവിച്ചു, ഒന്നിനെയും വകവെക്കാതെ. അങ്ങനെ ജീവിച്ചവനും മരണത്തിന് ശേഷം ഒരുപോലെയാണെങ്കിൽ പിന്നെ ഇവിടെ എന്താ നീതിയുള്ളത്? അങ്ങനെയാണെങ്കിൽ എന്തിനാ സത്യം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാ പാവപ്പെട്ടവനെ സഹായിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ഭാരം ചുമക്കുന്നവനെ സഹായിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിലെ അവസാനമെങ്കിൽ പിന്നെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ പിന്നെ ഇതിനൊക്കെ എന്താ അർത്ഥമാണുള്ളത്? അപ്പൊ രണ്ടു കൂട്ടരും മരിച്ചാൽ ഒരുപോലെയല്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂറത്ത് സ്വാദിലെ 28-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അം നജ്അലുല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ്.
വിശ്വസിക്കുകയും സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവരെ പോലെ നാം ആക്കുകയോ അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, തഖ്വയോടെ ജീവിച്ച ആളുകളെ തമ്മാടികളെ പോലെ നാം ആക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതൊരിക്കലും ഉണ്ടാവില്ല. സൂക്ഷ്മതയോടെ ജീവിച്ച, ത്യാഗങ്ങൾ സഹിച്ച് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന, നന്മകൾക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ചവർക്ക് അവർക്ക് അതിന്റേതായ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. തന്നിഷ്ടക്കാരനും ദേഹേച്ഛയുടെ അടിമയുമായി ജീവിച്ചവർക്ക് അതിന് തുല്യമായ ശിക്ഷ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള അർഹമായ ശിക്ഷയും അർഹമായ പ്രതിഫലവും ലഭിക്കുന്ന നീതിയുടെ സമയമാകുന്നു, നീതിയുടെ നാളാകുന്നു പരലോകം. ഇതേ കാര്യം സൂറത്ത് അൽ ജാസിയയിൽ പറയുന്നുണ്ട്. അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ വിചാരിച്ചിട്ടുണ്ടോ നാം അവരെ വിശ്വസിക്കുകയും സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ ആക്കുമെന്ന്? സവാഅൻ മഹ്യാഉം വമമാതുഹും, അവർ ജീവിതവും മരണവും സമമായ നിലക്ക്. സാഅ മാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര മോശം. ഇവിടെ ഈ ഭൗതിക ജീവിതത്തിൽ നന്നായി ജീവിക്കുന്നവരും മോശമായി ജീവിക്കുന്നവരും എല്ലാ സൗകര്യങ്ങളും ഒരുപോലെ അനുഭവിക്കാം. ഇവിടുത്തെ വെള്ളമാകട്ടെ, വെളിച്ചമാകട്ടെ, വായുവാകട്ടെ, ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഒരുപോലെ അനുഭവിക്കാണ്. എല്ലാവർക്കും മഴ കിട്ടുന്നുണ്ട്, എല്ലാവർക്കും വെയിൽ കിട്ടുന്നുണ്ട്, എല്ലാവർക്കും ശ്വസിക്കാൻ വായു കിട്ടുന്നുണ്ട്, എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്. ഈ പ്രകൃതിയിലെ എല്ലാ സംഗതികളും എല്ലാവർക്കും തുല്യമായി അനുഭവിക്കാൻ സാധിക്കാണ്. ഇതുപോലെ തന്നെയാകും മുത്തഖീങ്ങളും വിശ്വസിക്കുകയും സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും അതേസമയം തിന്മകൾ പ്രവർത്തിക്കുകയും ചെയ്തവർ മരിച്ചാലും ഇതുപോലെ ജീവിതവും മരണവും ഇതുപോലെ തന്നെ ആവും, ഒരുപോലെയാകുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അവരുടെ തീരുമാനം എത്ര മോശം എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. ഏത് കുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് അതിന് അർഹമായ പ്രതിഫലം കൊടുക്കാൻ ഇവിടെ വല്ല സംവിധാനമുണ്ടോ? ഇവിടെ എത്ര വലിയ അവാർഡ് കൊടുത്താൽ എന്താ? ഒരു ഉമ്മ സ്വന്തം കുഞ്ഞിനെ ഗർഭം ചുമന്ന് 10 മാസം പ്രയാസം സഹിച്ച് പ്രസവിച്ച് പാലൂട്ടി വളർത്തൽ എന്തൊരു വലിയ ത്യാഗമാണ് ആ ഉമ്മ ചെയ്യുന്നത്. അതിന് പ്രതിഫലമായിട്ട് ആ ഉമ്മാക്ക് ഇവിടെ എന്താ കൊടുക്കാനുള്ളത്? ആർക്കാ കൊടുക്കാൻ കഴിയാ? ആ മകൻ വളർന്നു വലുതായി ഉമ്മാക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടു, ഉമ്മാക്ക് വേണ്ടി ആശുപത്രിയിൽ കുറെ ഉറക്കമൊഴിച്ചു, ഉമ്മാക്ക് വേണ്ടി പണം സമ്പാദിച്ചു കൊടുത്തു. അങ്ങനെ എന്തൊക്കെ ഒരു ഉമ്മാക്ക് വേണ്ടി ചെയ്താലും ഉമ്മാനൊന്ന് ഗർഭം ചുമന്നിട്ട് പ്രസവിക്കാൻ ഏതായാലും മകനോ മകൾക്കോ സാധിക്കില്ലല്ലോ. അപ്പൊ അതിന് പകരം കൊടുക്കാൻ ഈ ദുനിയാവിൽ ഒന്നുമില്ല. ഒരു ഉമ്മാക്ക് പകരം കൊടുക്കാൻ അങ്ങനെ എത്ര മക്കളെ പെറ്റുപോറ്റുന്നു ആ ഉമ്മ, എത്ര ഉറക്കമൊഴിക്കുന്നു, എത്ര കഷ്ടപ്പെടുന്നു, എത്ര വിശപ്പ് സഹിക്കുന്നു, അല്ലെ? ആരോടും കണക്ക് പറയുന്നില്ലല്ലോ ഉമ്മ. അവർക്ക് എങ്ങനെ പ്രതിഫലം കിട്ടും? അപ്പൊ അതിന് സംവിധാനം ഇവിടെ ഇല്ല. അതുപോലെ നിങ്ങൾ നോക്കൂ, യാതൊരു തരത്തിലുള്ള ഭൗതികമായ താല്പര്യങ്ങളും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന, ത്യാഗം സഹിക്കുന്ന, സ്വന്തം കരള് വരെ പറിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെന്ന് പറയുന്ന നാടന്മാരായ ആളുകൾ, അത്ര വരെ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറുള്ള എത്ര ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും ഇവിടുന്ന് കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അവരാളുകൾ അറിയുന്നുണ്ടോ? അവർ പത്രത്തിൽ പേര് വരാൻ ആഗ്രഹിക്കുന്നില്ല, അവർ അവാർഡിന് അപേക്ഷിക്കുന്നില്ല. ഇപ്പൊ അവാർഡുകൾക്കൊക്കെ അപേക്ഷിക്കലാണ്. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് അവാർഡിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട്. ചില ആളുകളൊക്കെ അവാർഡ് സ്വന്തം ഏർപ്പെടുത്തുക, വളഞ്ഞ വഴിക്ക് വേറെ ആളുകളെ കൊണ്ട് പൈസ കൊടുത്തിട്ട് നിങ്ങൾ എനിക്കൊരു അവാർഡ് ഏർപ്പെടുത്തി എന്ന് പറയാണ്. എന്നിട്ട് എനിക്ക് സ്വീകരണം, ഞാൻ തന്നെ അതിന്റെ ഫ്ലക്സിന്റെ പൈസ കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ നാട്ടില്. ഒരാൾക്ക് അവാർഡ് കൊടുക്കാൻ അയാൾ വേറെ ഏർപ്പാട് ചെയ്യുക, അവാർഡ് കിട്ടിയാൽ ആദരിക്കാൻ പൗരാവലി സ്വീകരണം ഏർപ്പെടുത്തുന്നു, അതിന് ചെലവ് മൂപ്പര് തന്നെ. നോക്കുകൾ മനുഷ്യന്റെ അടപ്പതനം നോക്കൂ. അതോ ആ രൂപത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ നന്മകൾ ചെയ്യുന്ന ആളുകൾ ഇവിടെ അല്ലേ? അവർക്കൊന്നും ഒരു പ്രതിഫലവും അവരിവിടെ ആഗ്രഹിക്കുന്നില്ല, കൊടുക്കാനുള്ള സംവിധാനമില്ല. നിങ്ങൾ കുറെ സർട്ടിഫിക്കറ്റും കുറെ പ്രശംസ ചൊരിയലും ഒക്കെ ഉണ്ടായിട്ട് അയാളെ നന്മക്ക് പകരാവുക? നേരെ മറിച്ച് ചിന്തിച്ചൊക്കെ തിന്മ ചെയ്ത ആളുകൾ എന്തെല്ലാം തമ്മാടിത്തങ്ങൾ, ഒരൊറ്റ ബോംബ് വെച്ചിട്ട് തിങ്ങി നിറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ കാർ ബോംബ് വെച്ചിട്ട് അവനെ പോവാണ്. എത്ര നിരപരാധികളായ മനുഷ്യന്മാരാ ചിന്നി ചെതറുന്നത്. ഒരാൾ മരിച്ചാൽ അയാളെ കുടുംബത്തിന്റെ തകർച്ച എത്രയാണ്. അങ്ങനത്തെ എത്ര ആളുകളാ മരിച്ചു വീഴുന്നത്. ഇവനെ നമുക്ക് പിടി കിട്ടിയെന്ന് വെക്കാം, പിടി കിട്ടിയാൽ തന്നെ വിചാരണ കഴിഞ്ഞ് ചിലപ്പോൾ ദയാഹരിച്ചുകൊണ്ട് മാപ്പ് കിട്ടിയെന്ന് വരും. ഇനി അവനെ പരമാവധി കൊടുക്കാവുന്ന ശിക്ഷ എന്താ? അവനൊന്ന് കൊല്ലുന്നത് ഇപ്പൊ നമുക്ക് ഏറ്റവും മോശമായി ഇഞ്ചിഞ്ചായി കൊല്ല, ഗ്യാസ് ചേംബറിൽ ഇരുത്തി മെല്ലെ മെല്ലെ ഷോക്കടിപ്പിച്ച് കൊല്ല, അല്ലെങ്കിൽ വെട്ടി നുറുക്കി കൊല്ല. എന്നാലും ഒരു വട്ടല്ലേ കൊല്ലാൻ വയ്യുള്ളൂ, അല്ലെ? പരമാവധി ശിക്ഷ പത്രല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ അതിന് സംവിധാനം ഇല്ല എന്നുള്ളത് ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അതാണ് സൂറത്ത് ആലി ഇമ്രാനിലെ ഞാൻ ഓതി ആയത്തിൽ പറഞ്ഞത്, വൈന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അതൊരു വല്ലാത്ത വർത്തനാണ്. നിങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായും നിങ്ങൾക്ക് നിറവേറ്റപ്പെടുന്നത് പരലോകത്ത് മാത്രമാണ്.
ഇവിടെ അർഹമായത് നിങ്ങൾക്ക് കിട്ടൂല. നന്മക്ക് അർഹമായ പ്രതിഫലവും കിട്ടൂല, തിന്മക്ക് അർഹമായ ശിക്ഷയും കൊടുക്കാനുള്ള സംവിധാനം ഈ ലോകത്തില്ല. അത് മില്ലിമീറ്ററിന് മില്ലിമീറ്റർ വെച്ച് കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതാണ് നീതിയുടെ ലോകം എന്ന് പറയുന്നത്. ഈ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സന്തോഷ വാർത്തയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരൊക്കെ ലോകത്തിന് നൽകിയിട്ടുള്ള. പ്രവാചകന്മാരുടെ രണ്ട് ഉത്തരവാദിത്വം, ഒന്ന് ബിശാറത്ത്, ബഷീർ എന്ന് പറയും, നദീർ എന്നും പറയും. ബഷീർ എന്ന് പറഞ്ഞ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, നന്മ പ്രവർത്തിച്ചവർക്ക് പരലോകത്ത് സ്വർഗമുണ്ട്, പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത. നദീർ എന്ന് പറഞ്ഞ മുന്നറിയിപ്പ് നൽകുന്നവൻ, തിന്മകൾ പ്രവർത്തിച്ചവർക്ക് അർഹമായ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് നൽകലും അതുപോലെ തന്നെ സന്തോഷ വാർത്ത അറിയിക്കലും രണ്ടും പ്രവാചകത്വത്തിന്റെ ഭാഗമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന് മുമ്പുള്ള എല്ലാ നബിമാരും ബഷീറും നദീറുമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അത് രണ്ടും നമ്മുടെ മനസ്സിൽ നമ്മളും കാണേണ്ടതുണ്ട്. പരലോകമെന്ന സത്യം അത് സത്യമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിന് ഒരർത്ഥം ലഭിച്ചതായി നമുക്ക് തോന്നുന്നതും ജീവിക്കാനുള്ള ഒരു ആവേശവും നന്മകൾ പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യവും നമുക്കുണ്ടാവുന്നതും പരലോകം എന്ന അള്ളാഹു ഏർപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എന്താ, എന്തിന് നന്മ ചെയ്യണം, എന്തിന് കഷ്ടപ്പെടണം എന്ന് ആളുകൾ ചിന്തിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തബാറകയിൽ കാണാം, ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുവാൻ വേണ്ടി. അമൽ കുറെ ചെയ്യാന്നുള്ളതല്ല, ചെയ്യുന്നത് അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ചെയ്യുക. ഇവിടെ കുറെ ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നത് മതത്തിന് വേണ്ടിയിട്ട്, പക്ഷെ പലതും മതം പഠിപ്പിച്ചത് തന്നെ ആയിരിക്കൂല. മതപരമായ ആവേശം കൊണ്ട് ഓരോരുത്തരും അവന് തോന്നിയ രൂപത്തിലൊക്കെ ഭക്തി പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മതം എന്ന് പറയുന്നത് പ്രവാചകൻ കൊണ്ടുവന്നതും അള്ളാഹു പഠിപ്പിച്ചതും മാത്രമാണ്. ആളുകൾ അവരെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഭക്തി മാർഗങ്ങളൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഏതാണ് ഭക്തി, അത് ഏതാണ് ആരാധന, അതിനൊക്കെ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടം പോലെ ആരാധനാ കർമ്മങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിൽ ഭേദഗതി വരുത്താനോ ഒന്നും ഇസ്ലാം അനുവാദം കൊടുത്തിട്ടില്ല. അപ്പൊ ഭക്തി മാർഗങ്ങൾ ഏതാണെന്ന് പ്രവാചകന്മാരിലൂടെ അള്ളാഹു കാലാകാലങ്ങളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ടാണ് നമുക്ക് ഈ പരീക്ഷണത്തെ നേരിടേണ്ടത്. അപ്പൊ നമ്മൾ ആരാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിന്റെ ലോകത്താണ് ഞാനും നിങ്ങളിൽ ജീവിക്കുന്നത്. ഈ പരീക്ഷയിൽ നമുക്ക് വിജയിക്കണം. ഈ പരീക്ഷയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ എന്തു വേണം? ഈ പരീക്ഷയിൽ നമ്മളെ തോൽപ്പിക്കുന്ന പലതും ഈ ലോകത്ത് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഈ ലോകത്ത് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള അലങ്കാരങ്ങൾ തന്നെയാണ്. സൂറത്ത് അൽ കഹ്ഫിൽ നിങ്ങൾക്ക് കാണാം, അതിന്റെ തുടക്കത്തിൽ തന്നെ ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, ഭൂമിയുടെ മുകളിലുള്ളതെല്ലാം നാം ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂമിക്കൊരു അലങ്കാരമായിക്കൊണ്ടാണ്. ലിനബ്ലുവഹും, നാം അവരെ പരീക്ഷിക്കുവാനും കൂടിയാണ്. അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ കൂടിയാണ്. കണ്ടോ? അപ്പൊ ഭൂമിയിലെ അലങ്കാരങ്ങളൊക്കെ കണ്ടിട്ട് അല്ലെ, കാലം ചെല്ലുന്തോറും ശാസ്ത്രവും ടെക്നോളജിയും ഒക്കെ വളരുന്നതിനനുസരിച്ച് ദുനിയാവിൽ ഓരോ പുതിയ പുതിയ സംഗതികളും സൗകര്യങ്ങളും ഇങ്ങനെ ഉണ്ടാകാൻ, ഇതൊക്കെ കാണുമ്പോ മനുഷ്യൻ കണ്ണ് മഞ്ഞളിച്ച് ഓ കിട്ടിപ്പോയി, ഇതൊക്കെ ഇതന്നെയാ ജീവിതം എന്ന് പറഞ്ഞിട്ട് മറ്റെല്ലാം മറന്ന് തന്നിഷ്ടക്കാരനായി ജീവിക്കാൻ പറ്റുമോ? ഇതെന്നെ പരീക്ഷിക്കാനുള്ളതാണ്. ഈ ദുനിയാവിലെ പുതിയ പുതിയ സൗകര്യങ്ങളൊക്കെ എന്റെ മുമ്പിൽ വരുന്നത് എന്നെ പരീക്ഷിക്കാൻ. ഇതിനിടയിൽ നിർത്തി ഞാൻ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് കൊതറി മാറുന്നുണ്ടോ, തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് എന്റെ റബ്ബ് പരീക്ഷിക്കുകയാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. അപ്പൊ ഈ അലങ്കാരങ്ങളിൽ മയങ്ങിപ്പോകാതെ ലക്ഷ്യം മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങണം. അതിനുള്ളൊരു തടസ്സം, പ്രധാന തടസ്സം എന്താണ്? നമ്മളെ പരീക്ഷയിൽ തോൽപ്പിക്കാൻ വേണ്ടി പിശാചിനെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിശാചിനെ സർവതന്ത്ര സ്വതന്ത്രനായി വിട്ടിരിക്കുകയാണ്. ആദമിന് സുജൂദ് ചെയ്യാതെ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി പുറത്തു പോയപ്പോ അവൻ അള്ളാന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ വാക്കെന്നറിയോ? ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ അവർ പ്രവേശിച്ചാൽ അവർക്ക് വേണ്ടി ഞാൻ ആ സിറാത്തുൽ മുസ്തഖീമിൽ കുത്തിയിരിക്കും. എന്നിട്ട് സുമ്മൽ ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, അവരെ മുമ്പിലൂടെയും പിന്നിലൂടെയും ഞാൻ അവരെ സമീപിക്കും. വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, വലതു ഭാഗത്തോടെയും ഇടതു ഭാഗത്തോടെയും സമീപിക്കും. നാനാവശത്തുകൂടെയും ഞാൻ അവരെ സമീപിക്കും. വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരിൽ അധികം ആളുകളെയും നിനക്ക് നന്ദി കാണിക്കുന്നവരായി കണ്ടെത്താൻ നിനക്ക് കഴിയില്ല പടച്ചോനെ.
അപ്പൊ ചില ആളുകൾ ചോദിക്കും, അപ്പൊ തന്നെ അവനെ അങ്ങ് നശിപ്പിക്കായിരുന്നില്ലേ അള്ളാഹ്ക്ക്? അള്ളാഹുവിനെ അവനെ നശിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടാണോ? യുക്തിവാദികൾ പറയുന്നത് അങ്ങനെയാണ്. പിശാചിനെ കുടം തുറന്നു വിട്ടപ്പോ പിന്നെ പിടികിട്ടാതായിപ്പോയി, അല്ലേ? പിടികിട്ടാതായി പോയതല്ല, അവനെ സാന്ദ്രനായി വിട്ടതാ. നീ കിട്ടാവുന്നവരൊക്കെ നീ പിടിച്ചോ. ആത്മാർത്ഥതയുള്ള എന്റെ അടിമകൾ ഒരു ചുക്കും ചെയ്യാൻ നിനക്ക് സാധ്യമല്ല. നീ ആരെയൊക്കെ പിടിക്കുന്നോ അവരെയും നിന്നെയും കൊണ്ട് ഞാൻ നരകം നിറക്കും എന്ന് പറഞ്ഞ് അവനെ സർവതന്ത്ര സ്വതന്ത്രനായി വിട്ടിരിക്കുകയാണ്. നമ്മുടെ ഒക്കെ കൂടെ ഓരോ പിശാചുണ്ട്. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോ അവന്റെ കൂടെ മരിച്ചു പിരിയുമ്പോൾ മാത്രം വേറിടുന്ന 2 കൂട്ടുകാരെ കൊടുക്കുന്നുണ്ട്. കരീൻ എന്നാണ് ഖുർആൻ ഇതിന് പറഞ്ഞത്. കരീൻ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയാത്ത കൂട്ട്. ഒന്ന് മലക്കിൽപ്പെട്ട ഒരു കരീനും പിന്നെ പിശാചിൽപ്പെട്ട ഒരു കരീനും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, നബിയെ നിങ്ങളുടെ കൂടെ ഉണ്ടോ പിശാചിൽപ്പെട്ട കരീന്? തീർച്ചയായും ഉണ്ട്. പക്ഷെ എന്റെ കരീന് ഒരു വിശേഷമുണ്ട്. അതെന്താ? അവൻ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അവൻ എന്നോട് നല്ലതല്ലാതെ കൽപ്പിക്കുകയില്ല. അത് റസൂലിന് മാത്രം പ്രത്യേകമാണ്. നമ്മളെ കരീൻ കീഴ്പ്പെട്ടിട്ടില്ല. നമ്മുടെ കരീൻ നമ്മോട് ഓരോ സന്ദർഭത്തിലും ഓരോ തിന്മകൾക്ക് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? ഒരു പെണ്ണങ്ങനെ പോകുമ്പോ നോക്കടാ 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 എന്ന് പറയും. അറിയാതെ നോക്കുക. അവൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവളെ ശ്രദ്ധിപ്പിക്കാൻ അവളേലും ഉണ്ടാവും കുറെ ഒരു ശൈത്താൻ ഓളെ കൂടി ഉണ്ടല്ലോ, ഇവന്റെ കൂടി ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ അങ്ങനെ എവിടെയൊക്കെ നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അവിടെയൊക്കെ അവൻ എന്ത് ചെയ്യും? സന്ദർഭം ഉപയോഗപ്പെടുത്തും. വല്ല തെറ്റും നമ്മൾ ചെയ്താൽ നമുക്ക് ആദ്യമൊക്കെ ഒരു മനസാക്ഷിക്കുത്തുണ്ടാവും. പക്ഷെ ആ മനസാക്ഷിക്കുത്ത് തീരെ ഇല്ലാതാക്കുന്ന പിശാച. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുൻകാല സമുദായങ്ങളെ പിശാച് നശിപ്പിച്ചതിനെ പറ്റി സയ്യന ലഹും അഅ്മാലഹും, അവരെ പ്രവർത്തനങ്ങളെ അവൻ അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തു. ഞാൻ ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല, തെറ്റില്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്റെ പ്രവർത്തനങ്ങളെ പറ്റി എനിക്കൊരു മതിപ്പായല്ലോ, പിന്നെ മനസാക്ഷിക്കുത്തുണ്ടാവില്ലല്ലോ. അപ്പൊ അതാ പിശാചി ചെയ്യാ. സാരില്ലടാ, ആരാതൊക്കെ ചെയ്യാത്തത്, ഇതൊന്നും ചെയ്യാതെ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുമോ? നീ എന്നാലും എത്ര ഭേദ, നിന്നെക്കാൾ മോശം എത്ര ആളുകളുണ്ട്, അവരൊക്കെ ഒന്ന് കമ്പയർ ചെയ്തൊക്കെ നീ മെച്ചപ്പെട്ട ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് നമ്മളെ കുറിച്ചൊരു മതിപ്പുണ്ടാക്കി. ഞാൻ തരക്കേടില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്റെ നാശം അവിടുന്ന് തുടങ്ങുകയാണ്. ആ ഒരു സ്വന്തത്തെ കുറിച്ചുള്ളൊരു മതിപ്പ്, തന്നെ കുറിച്ച് തനിക്കുണ്ടാകുന്ന അറബിയിൽ അതിന് പറഞ്ഞ ഇജാബ് ബിന്നഫ്സാണ്. സ്വന്തത്തെ കുറിച്ചുള്ളൊരു മതിപ്പുണ്ടാവുക, അത് ഉണ്ടാക്കുക എന്നുള്ള പിശാച് എപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ലക്ഷ്യം പരലോകമാണ്. ആ ലക്ഷ്യത്തിൽ നമ്മളെ തെറ്റിക്കുവാൻ വേണ്ടി പിശാച് ബദ്ധശ്രദ്ധനായി നമ്മുടെ കൂടെ ജാഗ്രതനായുണ്ട്. ഏത് ബുദ്ധിജീവിയും പിശാച് പിടികൂടും. മനസ്സിലായില്ലേ? അതിന് വേണ്ട എല്ലാ ഉപകരണങ്ങളും ഉപായങ്ങളും അവൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമല്ല. അതിനെക്കുറിച്ച് നമുക്കൊരു ജാഗ്രത വേണം. എന്നൊക്കെ പിശാച് പിടിക്കും, ഞാൻ അത്ര വലിയ ബുദ്ധിജീവിയല്ലേ, എന്നൊക്കെ പിശാച് പിടിക്കുക. ഏത് ബുദ്ധിജീവിയും പിശാച് പേർപ്പിക്കും. നിങ്ങൾക്കറിയില്ല, ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സ്വർഗത്തിലാക്കുമ്പോ അദ്ദേഹത്തിന് ഒരേ ഒരു കാര്യത്തെ കുറിച്ചല്ലേ വിലക്കുള്ളൂ, അല്ലേ? ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഒക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞ ആ ഒരു മരം, അതിന്റെ കനി മാത്രം തിന്നരുത് എന്നാണല്ലോ പറഞ്ഞത്, അല്ലേ? പക്ഷെ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? ആ ഒരു മരത്തിന്റെ കനി ആദമിനെ കൊണ്ടും ഹവ്വയെ കൊണ്ടും തീറ്റിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്തത്? പിശാച് ചെയ്ത്. പിശാച് അതിന് പ്രയോഗിച്ച തന്ത്രത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആദമിനെ സമീപിച്ചൊരു ചോദ്യം സൂറത്ത് ത്വാഹയിൽ കാണാം. ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ല. കണ്ടോ? ആദമേ, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ഒരു ശാശ്വതവാസത്തിന്റെ മരത്തെ കുറിച്ച്? ഇവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ കനി തിന്നാ പിന്നെ നിനക്ക് മരണമല്ല, നിത്യജീവനാ ലഭിക്കാൻ പോകുന്നത്. മാത്രല്ല ഈ സ്ഥലത്തിന്റെയൊക്കെ ആധിപത്യം അത് പിന്നെ നിനക്കായി. അത് തിന്നണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? തിന്നാ പിന്നെ നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ നിനക്ക് നിത്യജീവൻ കിട്ടിപ്പോകും. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? നീ ഒരിക്കലും തന്നെ തിന്നരുത് എന്ന് പറഞ്ഞത്. ഈ പ്രലോഭനത്തിൽ ആര് വീണുപോയി? നമ്മുടെ പിതാവും നമ്മുടെ മാതാവും വീണുപോയി. ആദം ഹവ്വ എന്ത് ചെയ്തു? ആ പ്രലോഭനത്തിൽ വീണുപോയി എന്ന് വിശുദ്ധ ഖുർആനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെല്ലാരും ചിന്തിക്കണം, നമ്മുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ, മരണാനന്തര ജീവിതമാണെങ്കിൽ അതിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ എപ്പോഴും നമ്മുടെ കൂടെ പിശാചുണ്ട് എന്ന ഒരു ഓർമ്മ നമുക്കുണ്ടാകണം. നേരത്തെ സ്വാഗതത്തിൽ അനുസ് പറഞ്ഞതുപോലെ മരണാനന്തര ജീവിതത്തിന്റെ വിവിധ വശങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയി തന്നെ ക്ലാസ് എടുപ്പിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഗൈബിയായ മാർഗത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു വിജ്ഞാനമാണിത്.
വഹയിലൂടെ മാത്രം ലഭിക്കുന്ന, നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത പടച്ചവന്റെ വഹയിലൂടെ മാത്രം ലഭിക്കുന്ന വിവരമാണ്. അതുകൊണ്ട് ഞാൻ അതിൽ ഒരു വശം മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പുനരുത്ഥാനം, ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് പറയല്ലോ, അതിന് അറബിയിൽ ബഅസ് എന്നാ പറയാ. ബഅസ് എന്നും പറയും, നുശൂർ എന്നും പറയും. ഈ ബഅസിനെ സംബന്ധിച്ച് പ്രവാചകന്മാരുടെ ശത്രുക്കളൊക്കെ നിഷേധിക്കാണ്. ഈ ശരീരത്തോടു കൂടി തന്നെ രണ്ടാമത് ഉയിർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, പ്രവാചകന്മാരുടെ ശത്രുക്കൾ പലരും അംഗീകരിച്ചില്ല. അപ്പൊ ഇവിടെ മറ്റു പല മതങ്ങളിലും പുനർജന്മമുണ്ട്, നമുക്ക് പുനർജന്മമില്ല. പിന്നെയോ പുനരുത്ഥാനമാണ്. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഇപ്പൊ ഹിന്ദുക്കളൊക്കെ വിശ്വസിക്കുന്നത് പുനർജന്മത്തിലാണ്, അല്ലെ? ഇവിടെ നല്ലവനായി ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ നല്ലവനായി ജനിക്കും. ഇവിടെ കെട്ടവനായി തോന്നിവാസിയായി ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും ഒക്കെ ആയി ജനിക്കും, അല്ലെ? ഒരു പട്ടി ഇങ്ങനെ പോകുമ്പോ മുത്തശ്ശി പറയും, കണ്ടില്ലേ മുജ്ജന്മ പാപമായിരിക്കും, മുമ്പ് ജന്മത്തിൽ എന്തോ തെറ്റ് ചെയ്തോണ്ട് ഇപ്പൊ ഈ ജന്മത്തിൽ പട്ടിയായി ജനിച്ച ആ പട്ടിയാണോ പോണത്. അവരെ വിശ്വാസം അതാണ്, എലിയായി ജനിക്കും, പട്ടിയായി ജനിക്കും, പൂച്ചയായി ജനിക്കും എന്നൊക്കെയാണ്. എന്നാൽ ഇസ്ലാം ഒരിക്കലും അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ഈ ശരീരത്തോടു കൂടി തന്നെ രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആ ജീവിതം ശാശ്വതമായിരിക്കുന്ന ഇസ്ലാമിൽ 6 വിശ്വാസ കാര്യങ്ങളിൽ 5ാമത്തെ ഏതാ? അള്ളാഹുള്ള വിശ്വാസം, മലക്കുള്ള വിശ്വാസം ഇങ്ങനെ എണ്ണി വന്നാല് അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. എന്താണ് അന്ത്യദിനത്തിലെ വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്ത്യദിനത്തിലെ വിശ്വാസം ഖുർആനിലും സഹിഹായ ഹദീസിലും വന്നിട്ടുള്ള മരണം മുതൽ സ്വർഗത്തിലോ നരകത്തിലോ എത്തിച്ചേരുന്നത് വരെയുള്ള സ്വർഗ നരക ജീവിതം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കാനാണ്. അതാണ് അന്ത്യദിനത്തിലുള്ള വിശ്വാസം, യൗമുൽ ആഖിറിലെ വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മരിച്ച് ഖബർ ജീവിതം, അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പ്, മഹ്ശറിൽ ഒത്തുകൂടൽ, അവിടുത്തെ വിചാരണ, ഹൗദുൽ കൗസർ, നന്മതിന്മകളുടെ ഏടുകൾ, മീസാൻ, സിറാത്ത്, ശഫാഅത്ത്, സ്വർഗം, നരകം, അതെല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സംഗതികള്, പിന്നെ അന്ത്യദിനത്തിന്റെ അടയാളങ്ങള്, അലാമത്ത്, ഇതെല്ലാം വിശ്വസിക്കുമ്പോഴാണ് യഥാ നമ്മൾ എന്തായി മാറുന്നത്? അള്ളാഹു പറഞ്ഞ അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്ന വിശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടവരായി മാറുന്നത്. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ക്ലാസ് എടുപ്പിക്കണം, ഇതിന്റെ ഓരോ വശങ്ങളെ സംബന്ധിച്ച്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കാൻ വരുന്ന ആളോട് പറഞ്ഞ പുനരുത്ഥാനത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ വിചാരണ പറയണം, ഇനി നിങ്ങൾ സ്വർഗം പറയണം, ഇനി നിങ്ങൾ നരകം പറയണം. അങ്ങനെ തന്നെ അത് വേണമെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും നോട്ട്സ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് കുറച്ചുകൂടി ഉപകാരപ്പെടും. ഞാൻ സൂറത്ത് അത്തഗാബുനിലെ 7ാമത്തെ ആയത്ത്, സഅമല്ലദീന കഫറൂ അൻ ലൻ തുബ്അസൂ, സത്യനിഷേധികൾ വാദിച്ചു, അവർ ജൽപ്പിച്ചു. സഅമ എന്ന് പറഞ്ഞാൽ ഒരു തെളിവില്ലാതെ വാദിക്കണീനാണ്, അതിനെ മലയാളത്തിൽ ജൽപ്പിക്കുക എന്ന് പറയാം. എന്താ വാദിച്ചത്? ലൻ തുബ്അസൂ, നിങ്ങൾ ഒരിക്കലും തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതല്ല. ഖുൽ നബിയെ പറയുക, ബലാ അങ്ങനെയല്ല, വറബ്ബി എന്റെ റബ്ബാണ് സത്യം, ലതുബ്അസുന്ന നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും പിന്നെ നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിവരം നൽകപ്പെടും. വദാലിക അലല്ലാഹി യസീർ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ റബ്ബിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാണ്, വറബ്ബി എന്റെ റബ്ബാണ് സത്യം, ലതുബ്അസുന്ന നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തിനു വേണ്ടിയാണത്? സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും നിങ്ങൾ ഈ ജീവിതത്തിൽ ചെയ്തതിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായ വിവരം അവിടുന്ന് ലഭിക്കും. അതാണത്. കണ്ടോ, യൗമുൽ ആഖിർ എന്നാണ് ആ വാക്കന്നെ. യൗമുൽ ആഖിർ എന്നത് അതിനുശേഷം പിന്നെ ദിവസമല്ല, അവസാനത്തെ ദിവസം എന്നാണ്. ലാ യൗമ ബഅദഹു, അതുകൊണ്ട് അങ്ങനെ പേര് വന്നതിനാ. അതിനുശേഷം പിന്നെ ദിവസമല്ല. പിന്നെ സ്വർഗക്കാരൻ സ്വർഗത്തും നരകക്കാരൻ നരകത്തിലെത്തി പിന്നെ ദിവസങ്ങളില്ല, അത് അവസാനത്തെ ദിവസമാണ് എന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കണം. മുത്തഖീങ്ങളുടെ സ്വഭാവം പറയുന്നിടത്ത് സൂറത്തുൽ ബഖറയിൽ ആദ്യ ഭാഗത്ത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ തുടങ്ങുന്നിടത്ത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, എന്താർത്ഥം? ആഖിറത്തിൽ അവർ യഖീനുള്ളവരാണ്, ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഒരു ശക്തിക്കും പുഴക്കി കളയാൻ കഴിയാത്ത ഉറച്ച വിശ്വാസം അവരുടെ മനസ്സിലുണ്ട്. സൂറത്ത് അൻ നിസായിലെ 4ാമത്തെ അധ്യായമാണ് സൂറത്ത് നിസാ. അതിൽ 87ാമത്തെ വചനം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീ വമൻ അസ്തഖു മിനല്ലാഹി ഹദീസാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമ,
ഖിയാമത്ത് നാളിലേക്ക് അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സന്ദേഹവുമില്ല, സംശയവുമില്ല. വമൻ അസ്തഖു മിനല്ലാഹി ഹദീസ, അള്ളാഹുവിനെക്കാളേറെ സത്യം പറയുന്നവൻ ആരുണ്ട്? അപ്പൊ അത് സത്യമാണ്, അത് ഉറപ്പാണ്, അത് സംഭവിക്കാൻ പോകുന്നതാണ് എന്ന് നബിമാരൊക്കെ ഊന്നി പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വശമാണ് ഈ ഉയിർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസം. അത് പറഞ്ഞപ്പോഴാണ് ശത്രുക്കളിൽ പലർക്കും ഉയിർത്തെഴുന്നേൽപ്പിനെ പറ്റി വിശ്വസിക്കാൻ സാധിക്കാറുണ്ട്. മരിച്ച് എല്ലും മണ്ണും ഒക്കെ ആയ ശേഷം പിന്നെ എങ്ങനെയാ ഉയിർത്തെഴുന്നേൽപ്പിക്കല്? അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ, അത് അസംഭവ്യമാണ് എന്നാണ് പണ്ടേ പറഞ്ഞു പോയിട്ടുള്ളത്. ഇക്കാലത്തെ ബുദ്ധിജീവികൾ മാത്രമല്ല, പണ്ടും പറഞ്ഞു പോയിട്ടുള്ളത്. സൂറത്ത് അൽ മുഅ്മിനൂനിലെ 35, 34, 35, 36 വചനങ്ങൾ കാണാം. അയഇദുക്കും അന്നക്കും ഇദാ ബിത്തും വകുന്തും തുറാബൻ വഇലാമൻ അന്നക്കും മുഖ്റജൂൻ. എന്താണ് ആ പ്രവാചകൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത്? നിങ്ങൾ മരിച്ച് മണ്ണും എല്ലിന്റെ ശകലങ്ങളുമായ ശേഷം പിന്നെയും നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുമെന്നാണോ അയാൾ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത്? എന്നാൽ ഹൈഹാത്ത ഹൈആത്ത ലിമാ തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ആ കാര്യം വിദൂരം വിദൂരം, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമേ അല്ല. ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതം മാത്രമാകുന്നു. അവിടെ നാം മരിക്കുന്നു, അവിടെ തന്നെ ജീവിപ്പിക്കുന്നു. വമാ നഹ്നു ബിമബ്ഊസീൻ, നാം ഒരിക്കലും തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതേ അല്ല. പണ്ടേ നിഷേധിച്ചു വന്ന കാര്യം വിദൂരം വിദൂരം, അസംഭവ്യം, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, വിഡ്ഢിത്തം എന്ന് പറഞ്ഞിട്ട് ഇതാണോ നിങ്ങളോട് ആ നബി പറയുന്നത്? എന്ത് വിദൂരമായ കാര്യമാണ്. ജീവിതം എന്നാ ഇവിടെ തന്നെയല്ലേ, ഇവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു, അതോടെ കഴിഞ്ഞു, പിന്നൊന്നും ഇല്ലാന്നാണ്. ഇൻഹുവ ഇല്ലാ റജുൽ ഇഫ്തറ അലല്ലാഹി കദിബ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. മാത്രല്ല, ഇവൻ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയാണ് ഈ പ്രവാചകൻ. കണ്ടോ? അപ്പൊ ഞങ്ങളാണ് യഥാർത്ഥ ദീനിന്റെ ആളുകള്, ഇവൻ അള്ളാന്റെ പേരിൽ കളവ് കെട്ടി പറയുകയാണ്, അതുകൊണ്ട് ഇവൻ ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പ്രവാചകന്മാരുടെ ശത്രുക്കൾ പറഞ്ഞതായി ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഇന്നോ ഇന്നലെ ഉള്ളതല്ല, മുമ്പേ പ്രവാചകന്മാരുടെ പ്രതിയോഗികൾ നിഷേധിച്ചു പോന്നിട്ടുള്ള ഒരു കാര്യമാണ് എല്ലും മണ്ണുമായ ശേഷം പിന്നെ ഉയർത്തെഴുന്നേൽക്കുക എന്നത്. സൂറത്ത് അൽ ജാസിയയിലെ 24-ാമത്തെ ആയത്തിൽ കാണാം, വഖാലു മാഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ. അവർ പറഞ്ഞു, ഭൗതിക ജീവിതമെന്ന് പറയുന്നത് ഈ ഭൗതിക ജീവിതം മാത്രമാണ്. അവിടെ നാം മരിക്കുന്നു, അവിടെ തന്നെ നാം ജീവിക്കുന്നു. കാലമല്ലാതെ നമ്മളെ നശിപ്പിക്കുന്നില്ല. നമ്മളെ നശിപ്പിക്കുന്നത് കാലമാണ്. ദഹിരിയാക്കൽ എന്നാണ് അവരെ കുറിച്ച് പറയുക. ഇന്നുണ്ടല്ലോ പ്രകൃതിവാദികൾ, ഭൗതികവാദികൾ, ദ്വന്ദ്വാത്മകവാദികൾ, നിർമ്മതവാദികൾ, നിരീശ്വരവാദികൾ, എല്ലാം ഒന്നെ സാധനം. എല്ലാവർക്കും പറയാനുള്ള ഇതൊന്നും ഇല്ലാന്നാണ്. ദൈവമില്ല, പരലോകമില്ല, മരണാനന്തരം ജീവിതമില്ല, ജീവിതം എന്നത് ഇവിടെ തന്നെ അവസാനിക്കുകയാണ് എന്ന് പറയലാണ്. ഇദാ മിത്നാ വകുന്നാ തുറാബൻ, നാം മരിച്ച് മണ്ണായ ശേഷം പിന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ, ദാലിക റജ്ഉൻ ബഈദ്, അത് വിദൂരമായൊരു മടക്കം തന്നെ ആയിരിക്കുമല്ലോ. സൂറത്ത് ഖാഫിൽ അല്ലാഹു പറയാണ്. ഈ ഒരു ചോദ്യം പണ്ടേ പ്രവാചകന്മാരെ പ്രതിയോഗികൾ ഉന്നയിച്ചിട്ടുള്ളതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളും നബിമാരൊക്കെയും ഉറപ്പിച്ചും തറപ്പിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നിഷേധിച്ചവർക്ക് അനുഭവ പാഠങ്ങളിലൂടെ തെളിവുകൾ നിരത്തിക്കൊണ്ട് മനുഷ്യബുദ്ധിയോട് സംവദിക്കുന്ന രീതിയിൽ തന്നെ തെളിവുകളിലൂടെ ഖുർആൻ സമർത്ഥിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ മാത്രമല്ല, അതിന് നമുക്ക് വേറെ ക്ലാസ് വേണ്ടിവരും. ഈ ഉയർത്തെഴുന്നേൽപ്പും മരണാനന്തര ജീവിതവും ഉണ്ടെന്നതിന് അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഖുർആൻ കൊടുക്കുന്ന സമർത്ഥനങ്ങളുടെ ശൈലിയുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയാൻ നിൽക്കുകയാണെങ്കിൽ അതെനിക്ക് സമയമില്ല. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള യാതൊരു സമർത്ഥനത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ അള്ളാഹു പറഞ്ഞാൽ, അവന്റെ റസൂല് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കും. മരിക്കുമെന്ന കാര്യം എത്ര ഉറപ്പാണോ അത്ര ഉറപ്പാണ് ഉയർത്തെഴുന്നേൽക്കും എന്ന കാര്യവും. മനസ്സിലായില്ലേ? അന്ത്യസമയം ഉണ്ടാകുമെന്ന കാര്യം, അതിനുശേഷം ഒരു ജീവിതം ഉണ്ടാകുമെന്ന കാര്യം, മരിക്കുന്നുള്ള കാര്യം എത്ര ഉറപ്പാണോ അത്ര ഉറപ്പാണ്. വഅന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. സൂറത്ത് അൽ ഹജ്ജ് 7-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞത്? വഅന്ന സാഅത ആതിയത്തുൻ, അന്ത്യസമയം വരിക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹാ, അതിലൊരു സംശയവുമില്ല. വഅന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, അല്ലാഹു ഖബറിലുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്ക തന്നെ ചെയ്യും. കണ്ടോ? ഇന്നൊക്കെ നിങ്ങള് പ്രവാചകന്മാരെ ശത്രുക്കൾ പറഞ്ഞത് ഖുർആൻ പറ സൂറത്ത് അൻ-നഹ്ല് തേനീച്ച എന്ന അധ്യായം, അതിൽ 38 മുതൽ 40 ആയത്ത്.
വഖസമൂ ബില്ലാഹി ജഹദ ഐമാനിഹിം, അവർ പരമാവധി ഉറപ്പിച്ച് സത്യം ചെയ്യാറുള്ള രീതിയിൽ അള്ളാഹുവിനെ പിടിച്ച് ആണയിട്ട് അവർ പറയുകയാണ്. എന്താ പറയുന്നത്? ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, മരിച്ചവരെ അള്ളാഹു ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതേയല്ല. ബലാ വഅദൻ അലൈഹി ഹഖ, എന്നാൽ അങ്ങനെയല്ല. അള്ളാഹു അവൻ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുള്ള ഒരു സത്യവാഗ്ദാനം അത്രേ അത് സംഭവിക്കുക തന്നെ ചെയ്യും. വലാകിൻ അക്സറന്നാസിലായ ആലമുൻ, പക്ഷെ ജനങ്ങളിൽ അധികം ആളുകൾക്കും അറിഞ്ഞുകൂടാ. എന്തിനാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? ലിയുബയ്യിന ലഹുമുല്ലദീ യഖ്തലിഫൂന ഫീഹി, ഏതൊരു കാര്യത്തെക്കുറിച്ചാണ് അവർ അഭിപ്രായ വ്യത്യാസമായിരുന്നത് അവർക്കത് ബോധ്യമാക്കി കൊടുക്കും, വ്യക്തമായി കൊടുക്കും. പരലോകം ഉണ്ടോ ഇല്ലേ, അവിടെ നന്മ തിന്മകൾ തൂക്കോ സ്വർഗം ഉണ്ടോ എന്ന്, അവർക്കൊക്കെ അങ്ങനെ തർക്കിച്ച് കാലം കഴിച്ചവരാ, അവർക്കൊക്കെ വ്യക്തമാക്കി കൊടുക്കും. വലിയ അലമല്ലദീന കഫറു അന്നഹും കാനൂ കാദിബീൻ, സത്യനിഷേധികൾ, ഇതിനൊക്കെ നിഷേധിച്ച് തള്ളിയ ആളുകൾ അവർ കള്ളമാണ് പറഞ്ഞിരുന്നതെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയും. എന്നിട്ട് അല്ലാഹു പറയാ, ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ, നമ്മുടെ വാക്ക് ഇത്ര മാത്രമാണ്. ഒരു വസ്തുവിനോട് നാം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുക, അത്ര അള്ളാഹ്ക്ക് വേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ശൂന്യതയിൽ നിന്ന് ഇങ്ങനെ ഒന്നിനെയും പടക്കാൻ കഴിവുള്ള റബ്ബിന് നേരത്തെ മരിച്ചുപോയി എന്നതിന് വീണ്ടും പടക്കാനാണോ പണി എന്നാണ് അള്ളാഹു ആ ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ വിവരണ ശൈലി നാം എടുത്തു നോക്കിയാല് മനുഷ്യ ജീവിതം ആരംഭിച്ച അന്ന് മുതൽ നടന്നു വരുന്നൊരു പ്രക്രിയ ഉണ്ട്. ഇവിടെ കുറെ ആളുകൾ ജനിക്കുന്നു, കുറെ ആളുകൾ മരിക്കുന്നു, അല്ലെ? ഇന്നിപ്പോ കുറെ ആൾ ജനിച്ചിട്ടുണ്ടാവും, കുറെ കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും, ഇന്നിപ്പോ കുറെ ആൾ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ കുറെ ആളുകൾ മരിച്ച് ബർസഖിലേക്ക് പ്രവേശിക്കുന്നു, കുറെ ആളുകൾ ഉമ്മമാരെ വയറ്റിൽ നിന്ന് ഭൂലോകത്തേക്ക് ഭൂജാതരാവുകയും ചെയ്യുന്നു, അല്ലെ? ഇത് നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രക്രിയ ഒരു ദിവസം നിലക്കും, എന്നിട്ട് അള്ളാഹു അന്നുള്ള എല്ലാവരെയും നശിപ്പിക്കും. അതാണ് ലോകാവസാനം, അസ്സാഅത്ത് എന്ന് ഖുർആൻ പറയുന്നത്, ആ സമയം, അന്ത്യസമയം എന്ന് പറയുന്നത്. അതിന്റെ ഭീകരത കാരണം ഗർഭമുള്ള പെണ്ണുങ്ങൾക്ക് അപ്പൊ തന്നെ പ്രസവിച്ചു പോകുന്നതാണ്. അത്രയും ഗുരുതരവും സഹിക്കാൻ കഴിയാത്തതുമായിരിക്കും ആ രംഗമെന്നാണ് ഖുർആൻ. അപ്പൊ എല്ലാവരും അന്ന് ഉള്ളവരൊക്കെ നശിക്കും. സൂറത്ത് റഹ്മാനിലെ അർ-റഹ്മാനു അല്ലമൽ ഖുറഅ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ, അതിൽ 27-ാമത്തെ ആയത്ത്, കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം, ആ ഭൂമുഖത്തുള്ള എല്ലാവരും നശിക്കും, മഹത്വത്തിന്റെയും ആദരവിന്റെയും ഉടമയായ നിന്റെ റബ്ബിന്റെ മുഖം മാത്രം ബാക്കിയാവും, ബാക്കി എല്ലാവരും നശിക്കും. അപ്പൊ നമ്മുടെ ദൃഷ്ടിയിൽ പെടുന്നതും പെടാത്തതുമായ നിരവധി സൃഷ്ടിജാലങ്ങൾ ഈ ലോകത്തുണ്ട്. അതൊക്കെ നശിക്കുന്ന അള്ളാഹു പറയുന്നത്, അള്ളാഹ് നിശ്ചയിച്ച ആ ദിനം വന്നാൽ കാഹളത്തിൽ ഊതപ്പെടും. ആ ഊത്തിലൂടെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ അവസാനിക്കുന്നത്. വളരെ ഭീകരവും സർവ സംഹാരിയുമായ ആ കാഹളമൂത്തിനെ കുറിച്ച് ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലം സൂറത്ത് അസ്-സുമറിലെ 68-ാമത്തെ ആയത്ത്, വനുഫിഖ ഫിസ്സൂർ ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ്. ഈ നമ്പറുകളൊക്കെ എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഖുർആന്റെ തഫ്സീർ എടുത്ത് നോക്കാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാവും. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും, ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരൊക്കെ ബോധമറ്റ് വീഴും, ഇല്ലാ മൻ ശാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചൊഴികെ. ചില മലക്കളും മറ്റൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചിട്ട് അവിടെ ബാക്കിയാവുന്നല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ബോധമറ്റ് വീഴുകയായി, ഒന്നും ബാക്കിയില്ല. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. ഇവിടെ സഅഖ് എന്ന് പറഞ്ഞാല് വലിയ ശബ്ദം കേട്ടിട്ട് ബോധമറ്റ് വീഴുന്നതാണ്. എന്നൊരു ഒച്ച കേട്ടിട്ട് നമ്മൾ തൊട്ടടുത്ത് ഭയങ്കര ഒച്ചേട്ടാ, ആ ഒച്ചന്റെ ആഘാതം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ് മരിച്ചു. അങ്ങനത്തെ ബോധമറ്റ് വീഴുന്നതാണ് സഅഖ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ പെട്ടെന്നായിരിക്കും സുഹൃത്തുക്കളെ ഇത് സംഭവിക്കുക. അന്ത്യസമയം എന്ന് പറഞ്ഞാല് ഇതാ എല്ലാരും ഒരുങ്ങിക്കോളി, അന്ത്യസമയം കോഴിക്കോടൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, 5 മിനിറ്റ് കൊണ്ട് ഇങ്ങ് എത്തും, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഇങ്ങ് എത്തും, എല്ലാരും റെഡി ആയിക്കോളി, ദിക്ർ ദുആകളൊക്കെ ഒന്നുണ്ടായിക്കോളി, പള്ളി കയറിക്കോളി എന്നൊന്നും പറയാൻ സമയമുണ്ടോ? രക്ഷാമാർഗങ്ങളെ പറ്റി ആലോചിക്കാനോ വല്ല എന്തെങ്കിലും മുൻകരുതലുകൾ ചെയ്യാനോ ഒന്നും സാധിക്കൂല. സൂറത്ത് യാസീൻ 50-ാമത്തെ ആയത്ത്, മാ യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ, ഒരു ഘോര ശബ്ദത്തെ അല്ലാതെ അവർ കാത്തിരിക്കുന്നില്ല, അത് അവരെ പിടികൂടും. വഹും യഖ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ. പരലോകം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ പറ്റി സംവാദം നടക്കാവും ചിലപ്പോ. അപ്പോഴാ എന്താണ് അന്ത്യദിനം സംഭവിക്കുന്നത്. ഫലാ യസ്തതിഊന തൗസിയത്തൻ, ഒരു വസിയത്ത് കൊടുക്കാൻ അവർക്ക് കഴിയില്ല. ഏതായാലും മരിക്കല്ലേ, പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരു വസിയത്ത് കൊടുത്തളയാം, അതിനവർക്ക് കഴിയില്ല. വലാ ഇലാഹിഹിം യർജിഊൻ, വീടിയിലുള്ള ഞാൻ വീട്ടിൽ പോയി എല്ലാവരും എടുത്തൊന്ന് മക്കളെടുത്ത് കടന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്
പോകാൻ പറ്റുമോ? അത് വീട്ടിലേക്ക് തിരിച്ചു പോകാനോ അവർക്ക് സാധ്യമാകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസില് ഇമാം മുസ്ലിം കിതാബുൽ ഫിതൻ എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ച ദജ്ജാലിനെ കുറിച്ച് പറയുന്ന ഹദീസിൽ കാണാം, സുമ്മ യുൻഫഖു ഫിസ്സൂർ, പിന്നെ കാഹളത്തിൽ ഊതപ്പെടും, ഫലാ യസ്മഉ അഹദുൻ ഇല്ലാ അസ്ഗാലീതൻ വറഫഅലീത, അത് കേൾക്കുന്ന ഓരോരുത്തരും അതിങ്ങനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തലതിരിച്ചു നോക്കാതിരിക്കൂല. വഅവ്വലു മൻ യസ്മഉ റജുൽ യലൂത ഹൗള ഇബ്ലിഹി, തന്റെ ഒട്ടകത്തിന് വെള്ളം കൊടുക്കാനുള്ള ചെറിയ ഒരു ഹൗള് എന്ന ചെറിയ ജലാശയം, അതിങ്ങനെ മണ്ണ് തേച്ചൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുകയും ഫയസ്തഖയാൽ ബോധമറ്റു വീഴുന്നു, ഫയസ്അഖുന്നാസ്, മനുഷ്യരെല്ലാവരും വീഴും. ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഹദീസ്. ഇനി വേറെ ഹദീസിൽ കാണാം, വഖദ് നശറ റജുലാനി സൗബഹുമാ ബൈനഹുമാ ഫലാ യതബായഅനിഹി, വസ്ത്ര കച്ചവടം നടത്തുന്ന ആള് ഇതിപ്പോ എന്താ മീറ്ററിന് എത്രയാണെന്ന് അങ്ങനെ പിടിച്ചു വെക്കുക, ആ നീട്ടിപ്പിടിച്ച വസ്ത്രം അതൊന്ന് ചുരുട്ടി വെക്കാൻ പോലും കഴിയില്ല. എന്നല്ല വലാ യത്വിയാനിഹി, അത് കച്ചവടം നടത്തൂല, ചുരുട്ടി വെക്കൂല. ഒട്ടകത്തിന്റെ പാല് കറന്നു വരികയാണ്, അത് കുടിക്കാൻ കഴിയില്ല. തന്റെ ഒട്ടകത്തിന് വെള്ളം കൊടുക്കാനുള്ള ജലാശയം ശരിയാക്കാം, പക്ഷെ ഒട്ടകത്തിന് വെള്ളം കൊടുക്കാൻ അവന് കഴിയില്ല. വായിലേക്ക് വെച്ച ഉരുള അത് വായിലെത്തി കഴിക്കാൻ പോലും കഴിയില്ല. തെങ്ങുമ്പോ കയറും, തെങ്ങുമ്പോ തന്നെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കന്നെ, എവിടെയാണോ അവിടെ വെച്ച് ആ നിമിഷം എല്ലാവരും നശിക്കും എന്നാണ് ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ കാഹളത്തിന് ഖുർആൻ ഉപയോഗിച്ച വാക്ക് സൂർ എന്നാണ്. ഒരു അറാബി നബിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മസ്സൂർ, ഈ സൂർ എന്ന് ഖുർആനിൽ പറഞ്ഞ എന്താണ്? ഖാല ഖർനു യുൻഫഖു ഫീഹി, ഊതപ്പെടുന്ന ഒരു കാഹളമാകുന്നു അത്. കൊമ്പ് എന്ന് പറയും പണ്ട്. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് പണ്ടൊക്കെ ഉണ്ടല്ലോ, ഈ ഉച്ചഭാഷയൊക്കെ ഇറങ്ങുമ്പോ ഇങ്ങനെ നാട്ടുകാരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുമല്ലോ, അങ്ങനത്തെ ഒരു കാഹളമാണ്. ആൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഈ ഭയാനകമായ ഊതാൻ വേണ്ടി അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും കഥകളല്ല, ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ള കാര്യം. ആ മലക്കിന്റെ പേരാണ് ഇസ്രാഫീൽ. ജിബ്രീലും മീക്കായിലും ഒക്കെ പഠിച്ചത് മദ്രസിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലക്കുകളെ പേര് പഠിക്കുമ്പോ എന്താണ്? ഇസ്രാഫീൽ. ആ മലക്കിന്റെ പ്രത്യേക ഡ്യൂട്ടിയാണ് എന്ത്? കാഹളത്തിൽ ഊതുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ ഏൽപ്പിച്ച അന്ന് മുതൽ അദ്ദേഹം ഇതിനായി കാതോർത്ത് കാത്തു നിൽക്കുകയാണ്. കൽപ്പന കിട്ടിയാൽ ഉടൻ ഊതും. അള്ളാന്റെ ഭാഗത്തേക്ക് തന്നെ നോക്കി കണ്ണിമ വെട്ടാതെ ജാഗ്രതനായി നിൽക്കാൻ. എപ്പോഴാ കൽപ്പന കിട്ടുന്ന അപ്പോ അത് നടപ്പിലാക്കാൻ. അത് അങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന തർഫ സാഹിബി സൂർ മുൻദു വുക്കില ബിഹി മുസ്തഇദുൻ യൻദുറു നഹ്വൽ അർശ്. കണ്ടോ, കാഹളത്തിൽ ഊതാൻ ഏൽപ്പിച്ച ഇസ്രാഫീലിന്റെ കണ്ണ്, നോട്ടം, അത് ഏൽപ്പിക്കപ്പെട്ട അന്നു മുതൽ അർശിന്റെ നേരെ നോക്കിക്കൊണ്ട് അദ്ദേഹം ജാഗ്രതനായി ഒരുങ്ങി നിൽക്കുകയാണ്. മഹാഫത്തൻ യുമറ ഖബലൻ യർസദ ഇലൈ തർഫു, കണ്ണൊന്ന് ഇങ്ങോട്ട് മാറ്റിയാൽ ആ സമയത്തായിരിക്കും കൽപ്പന എന്നൾക്ക് കണ്ണിമ വെട്ടാതെ അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഅന്നൈനിഹി കൗകബാനി ദുർരിയാനി, നല്ല തിളങ്ങി നിൽക്കുന്ന രണ്ട് നക്ഷത്രങ്ങൾ പോലെയുള്ളത് കണ്ണ് വീഴ്ചിങ്ങനെ നോക്കുകയാണ്. അത്ര ജാഗ്രതനായി കാത്തു നിൽക്കുകയാണ്. അന്ന് എത്രയോ കാലം മുമ്പ് ഏൽപ്പിച്ചതാ, അന്ത്യസമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കൂടുതൽ ജാഗ്രതനായി ഇസ്രാഫീൽ റെഡിയായി നിൽക്കുക. അന്ത്യസമയം അടുത്തതിന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞ് ഒരിക്കൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചതായി ഹദീസിൽ കാണാം. ഞാൻ എങ്ങനെ ഇവിടെ സുഖിച്ച് ജീവിക്കും? റസൂൽ ചോദിക്കുക, സഹാബികളോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുക. വഖദിൽ തഖവ സാഹിബുൽ ഖർനി അൽ ഖർന, ആ കാഹളക്കാരൻ ആ കാഹളം ഇങ്ങനെ വായിൽ വെച്ചിട്ടുണ്ട്. വഹന്നാ ജബഹതഹു, അവന്റെ നെറ്റി ഇങ്ങനെ ചുളിച്ചിട്ട്, വാസകാസമു കാതോർത്തിട്ട്, എന്തെന്നു ഉമർ അൻഫഖ, ഊതാനുള്ള കൽപ്പനക്ക് കാത്തു നിൽക്കുകയാണ്. ഫയംഫഖ്, അപ്പോൾ കൽപ്പന കിട്ടിയാൽ ഊതുകയായി. ഇങ്ങനെ ഇസ്രാഫീൽ കാഹളവുമായി കാത്തു നിൽക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ സുഖലോലുപനായി കഴിഞ്ഞുകൂടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥത പ്രകടിപ്പിച്ചായി. ഫഖാലൽ മുസ്ലിമൂൻ, കേട്ട മുസ്ലിങ്ങൾ നബിയോട് സഹാബത്ത് ചോദിച്ചു, ഫകൈഫ നഖൂലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾ എന്താണ് പറയേണ്ടത് ഈ സ്ഥിതിയിൽ? ഖൂലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ തവക്കൽനാ അലല്ലാഹി റബ്ബിനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ അവൻ എത്ര ഉത്തമൻ. ഞങ്ങളിതാ ഞങ്ങളുടെ രക്ഷിതാവിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പറയാനുള്ളത് എന്താ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ
തവക്കൽനാ അലല്ലാഹി റബ്ബിനാ. ഇസ്രാഫീലിന്റെ കാഹളം, ആ കാഹളവുമായി നിൽക്കുന്നത് നമ്മളുള്ള സമയത്തായിരിക്കും അന്ത്യസമയം. നമുക്ക് പറയാൻ പറ്റുമോ? ആകാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? പക്ഷേ നമുക്ക് ഉറപ്പുണ്ടോ? ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല. ഈ കാഹളമൂത്തോടെ സംഭവിക്കുന്നത് സർവനാശമാണ്. അത് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇദ ശംസു കുവ്വിറത്ത് വൈദൻ നുജൂമുൻ കദറത്ത്, അല്ലേ? സൂര്യന് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ചന്ദ്രൻ പൊട്ടി വീഴുന്നത്, ആകാശഗോളങ്ങൾ താളം തെറ്റുന്നത്, പർവ്വതങ്ങൾ പറന്നു പോകുന്നത്, അങ്ങനെ പലതും പലതും ഖുർആൻ പറഞ്ഞു. ഒരുപാട് സ്ഥലങ്ങൾ എന്നിങ്ങനെ അന്ന് സംഭവിക്കുന്ന ഭയാനകമായ സംഭവ വികാസങ്ങളെ, സർവനാശത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. അതിപ്പോൾ വിവരിക്കാൻ ഞാൻ നിൽക്കുന്നത്, കാരണം നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ബഅസാണ് എന്ന് പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ വിഷയം. സുഹൃത്തുക്കളെ, ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും ഇത് സംഭവിക്കുക എന്ന ഹദീസിലുണ്ട്. 2 ഹദീസുകളിലുണ്ട്. ഒരു ഹദീസ്, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖുലിക ആദം, അന്നാണ് ആദമിന് സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെട്ടതും അന്നാണ്. വഫീ ഉഖ്രിജ മിൻഹാ, മറ്റൊരു വെള്ളിയാഴ്ചയാണ് അദ്ദേഹം സ്വർഗ്ഗത്തിൽ പുറത്താക്കപ്പെട്ടത്. വലാ തഖൂമു സ്സാഅതു ഇല്ലാ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമല്ലാതെ അന്ത്യസമയം സംഭവിക്കുകയില്ല. സഹിയായ ഹദീസാണ്. ഇമാം മുസ്ലിം 854 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. ഇതേ ഹദീസ് വേറെ ഹദീസിൽ, എല്ലാ ജീവികളും വെള്ളിയാഴ്ച ദിവസമായാൽ ഭയചകിതരായി പ്രതീക്ഷിച്ച് നിൽക്കുക എന്നാ പറഞ്ഞത്. നമ്മളെ ആളുകളൊക്കെ ഗൾഫില് ഏറ്റവും കൂടുതൽ കടന്നുറങ്ങൽ രാവിലെ വെള്ളിയാഴ്ച. വീടിയൊന്നും ഉണ്ടാവില്ല. സൗദിയിലൊക്കെ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊക്കെ വെള്ളിയാഴ്ച അവധിയായിരിക്കുമല്ലോ. അപ്പൊ എന്താ, വെള്ളിയാഴ്ച ആലത്തൂർ ഉറക്കം, നമ്മുടെ പള്ളിക്ക് പോയെങ്കിൽ പോയി എന്നുള്ള മാതിരിയാണ് മലബാരികളെ പള്ളി കഥ. എന്നാൽ വെള്ളിയാഴ്ച ദിവസം മറ്റ് ജീവജാലങ്ങളൊക്കെ വളരെ പേടിച്ച് നിൽക്കുന്ന പറഞ്ഞത്. ആ ഹദീസ് ഇങ്ങനെയാണ്, ഖൈറു യൗമിൻ തലഅത് ഫീ ശംസി യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞത് വെള്ളിയാഴ്ചയാണ് ഉത്തമ ദിവസം എന്ന് പറഞ്ഞു. വമാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ മുസീഖത്തുൻ യൗമുൽ ജുമുഅ മിൻ ഹീന തുസ്ബി ഹത്താ തത്ലുഅ ശംസ്, സുബഹി ആയത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ എല്ലാ ജീവികളും കാതോർത്തു നിൽക്കും. ശഫഖമ്മിനസ, അന്ത്യസമയമാകുമോ എന്ന പേടിയാൽ. പക്ഷെ 2 കൂട്ടർക്ക് പേടിയില്ല. അതാരറിയോ? ഇല്ലൽ ജിന്ന വൽ ഇൻസ്, ജിന്നുകൾക്കും പേടിയില്ല, ഇൻസുകൾക്കും പേടില്ല. ജീവജാലങ്ങൾക്കൊക്കെ പേടിയാ വെള്ളിയാഴ്ച സുബഹി മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒന്നാമത്തെ കാഹളമൂത്തോട് കൂടിയാണ് ഈ സർവനാശം സംഭവിക്കുന്നത്. അങ്ങനെ എല്ലാം നശിച്ചു, മനുഷ്യരൊക്കെ നശിച്ചു കിടക്കാണ്. അത് എത്ര കാലം കിടക്കുമെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഒരു കാഹളത്തിൽ ഊതപ്പെടും. അപ്പോഴാണ് ബഅസ്, ഉയർത്തെഴുന്നേൽപ്പ്. അവിടെ അതാണ് നമ്മുടെ വിഷയം. 2ാം കാഹളമൂത്തിന് ശേഷം സംഭവിക്കുന്ന ബഅസ് അതെങ്ങനെയാണ്? സൂറത്ത് അസ്-സുമറിൽ തന്നെ 68ാമത്തെ വചനത്തിൽ കാണാം, സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, ഒരിക്കൽ കൂടി ആ കാഹളത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഊതപ്പെടുകയാണ്, മറ്റൊരു ഊത്ത്. ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പോൾ അവരെല്ലാം അതാ എഴുന്നേറ്റ് പരസ്പരം നോക്കുകയായി. എല്ലാവരും എഴുന്നേറ്റ് നോക്കുകയായി. കണ്ടോ? സൂറത്ത് യാസീനിൽ കാണാം, വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, കാഹളത്തിൽ ഊതപ്പെടും, അപ്പോൾ അവരെല്ലാം ആ കുഴിമാടങ്ങളിൽ നിന്ന് നീറ്റ് തങ്ങളുടെ രക്ഷിതാവിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നതാണ്. എല്ലാവരും ധൃതിപ്പെട്ട വിളിക്കുന്ന അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അന്ന് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക വിളിയുണ്ട്. അള്ളാഹു വിളിക്കണം എല്ലാവരും. സൂറത്ത് അർ-റൂമിലെ 25ാമത്തെ ആയത്തിൽ, സുമ്മ ഇദാ ദഅാകും ദഅവതൻ മിനൽ അർളി ഇദാ അൻതും തഖ്റുജൂൻ, ഭൂമിയിൽ നിന്ന് അള്ളാഹു നിങ്ങളൊരു വിളിയങ്ങ് വിളിച്ചാൽ നിങ്ങൾ എല്ലാവരും അതാ പുറപ്പെട്ടു വരികയായി. അപ്പൊ കുഴിമാടങ്ങളിൽ നിന്ന് വെളിയിട്ട് വരുന്നവരൊക്കെ അള്ളാഹുവിന്റെ ഒരു വിളിയുടെ ശബ്ദം കേൾക്കാണ്. എല്ലാവർക്കും തോന്നുന്നു തൊട്ടടുത്തുനിന്നാണ് ശബ്ദം. അപ്പൊ ശബ്ദത്തിന്റെ മാനദണ്ഡങ്ങളൊക്കെ മാറി. ശബ്ദത്തിന്റെ ഭൗതിക നിയമം അനുസരിച്ച് ഇവിടുന്ന് ഇപ്പൊ ഞാൻ ഒച്ചട്ടാൽ ഇവിടെ അടുത്ത് നിങ്ങൾ കൂടുതൽ കേൾക്കും. അകന്നു പോകുന്നതോറും എന്റെ ശബ്ദം കുറച്ചേ കേൾക്കുള്ളൂ. കുറെ അങ്ങ് പോയാൽ കേൾക്കില്ല. അങ്ങനെയാണല്ലോ ഇവിടുത്തെ ശബ്ദ സംവിധാനം. എന്നാൽ അന്ന് അങ്ങനെയല്ല. എല്ലാവർക്കും തോന്നുന്നത് അടുത്തുനിന്നാ കേൾക്കുന്നത്. എല്ലാവർക്കും ആ ശബ്ദം അടുത്തുനിന്നാണെന്ന് തോന്നും, തൊട്ടടുത്തുനിന്നാ വിളിക്കണമെന്ന് തോന്നും. അപ്പൊ ശബ്ദ ശ്രവണത്തിന്റെ ഭൗതിക മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്നർത്ഥം. അത് സൂറത്ത് ഖാഫിൽ കാണാം, വസ്തമിയ യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്, വിളിക്കുന്നവൻ തൊട്ടടുത്ത സ്ഥലത്ത് നിന്നും വിളിക്കുന്ന ആ ദിവസം അതിലേക്ക് നീ ശ്രദ്ധ കൊടുക്കുക. അവിടെ എഴുന്നേറ്റ് വരുന്നത് ശരീരവും ആത്മാവും ചേർന്ന പൂർണ്ണ മനുഷ്യനായിക്കൊണ്ടാണ്. അവിടെയാണ് ഇസ്ലാം പറയുന്ന ഉയർത്തെഴുന്നേൽപ്പ് ബഅസുണ്ടാകുന്നത്. ദുനിയാവിൽ വെച്ച് വേർപെട്ട ആത്മാവ് അഥവാ റൂഹ് ശരീരവുമായി വീണ്ടും സംഗമിക്കാൻ. അങ്ങനെ റൂഹും ശരീരവും ഒന്നിച്ചാണ് അവിടെ വരുന്നത്. ഭയാനകമായ, എന്നാൽ
നിസ്സംശയം സംഭവിക്കാൻ പോകുന്ന ആ രംഗം അത് നമ്മുടെ മനസ്സിൽ കാണണം, അത് നമ്മുടെ മനസ്സിൽ പതിയണം. സൂറത്ത് യാസീനിലെ 51 മുതൽ 53 വചനങ്ങള് കാഹളത്തിൽ ഊതപ്പെടുകയും അപ്പോൾ അവരെല്ലാം കുഴിമാടങ്ങളിൽ നിന്നും തങ്ങളുടെ രക്ഷിതാവിലേക്ക് ധൃതിപ്പെട്ട് ചെല്ലുകയുമായി. കാലു അവർ പറയുകയാണ്, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങൾ ഈ ഉറക്ക സ്ഥലത്ത് നിന്ന് എണീപ്പിച്ചു വിട്ടത്, ഉണർത്തി വിട്ടത്? അപ്പോഴേക്ക് അവർക്ക് മറുപടി കിട്ടി, ഹാദാ മാ വഅദ റഹ്മാൻ, അവർക്ക് എന്നത് മനസ്സിലായി, റഹ്മാനായ റബ്ബ് വാഗ്ദാനം ചെയ്ത ദിവസമാണല്ലേ. വസദഖൽ മുർസലൂൻ, ദൂതന്മാരൊക്കെ സത്യപ്പെടുത്തിയ ദിവസമാണിത്. ഇൻകാനത്ത് ഇല്ലാ സൈഹത്തം വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരിക്കും അത്. ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹദറൂൻ, അപ്പോൾ അവരെല്ലാവരും അതാ നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടവരായി. ഒരൊറ്റ ശബ്ദം ഉണ്ടായിട്ടുള്ളൂ, അപ്പോഴേക്ക് എല്ലാവരും എണീറ്റ് റബ്ബിന്റെ മുമ്പിൽ ഹാജരാകും. സുഹൃത്തുക്കളെ, ഈ കാഹളമൂത്തിന് തൊട്ടു മുമ്പായി പാറൽ മഴ പോലെ ഒരു ചെറിയ മഴ ഉണ്ടാകുന്ന ഹദീസിൽ കാണാം. അപ്പോഴാണ്, ആ നനവ് തട്ടുമ്പോഴാണ് നശിച്ച ശരീരങ്ങൾക്ക് നവജീവൻ ലഭിക്കുന്നത്. നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഹദീസിന്റെ ബാക്കി ഇങ്ങനെയാണ്, റജുൽ, അതായത് ഒട്ടകത്തിന് വേണ്ടി ജലാശയം ശരിപ്പെടുത്തുന്നവനാണ് ആദ്യം കേൾക്കുക എന്നല്ലേ. ആ ഹദീസിൽ കാണാം, തുമ്മ യുർസിലുള്ള, പിന്നെ അള്ളാഹു അയക്കും, ഔ യുൻസിലുള്ള, അല്ലെങ്കിൽ അള്ളാഹു ഇറക്കും മാത്തറൻ, ഒരു മഴ, കാന്നഹുത്വൽ, അതൊരു ചാരൽ മഴ പോലെയാണ്. ഫതംബുതു മിൻഹു അജ്സാദുന്നാർ, അതിൽ നിന്നുമാണ് മനുഷ്യന്റെ ശരീരങ്ങൾ മുളപൊട്ടി വരുന്നത്. തുമ്മ യുൻഫഖു ഫീഹി ഉഖ്റാ ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, പിന്നീട് കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ അവരെല്ലാവരും എണീറ്റ് വരികയാണ്. അപ്പൊ ആദ്യത്തെ കാഹളമൂത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ കാഹളമൂത്തിന് മുമ്പായിട്ട് എന്തുണ്ടാകുന്നുണ്ട്? ഒരു ചെറിയ മഴ. ആ മഴയുടെ നനവ് തട്ടുമ്പോഴാണ് ചെടികൾ കിളിർത്തു വരുന്നത് പോലെ മനുഷ്യന്മാർ, മണ്ണടിഞ്ഞ ശരീരങ്ങൾ എന്ത് ചെയ്യുന്നത്? ജീവൻ കിട്ടിക്കിളിർത്തു വരുന്ന, മുളച്ചു പൊന്തുന്നത് പോലെ. ഖുർആൻ പറഞ്ഞ ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ, അത് നമ്മൾ ഓർക്കണം. നിങ്ങൾ നോക്കൂ, വരണ്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശത്ത് മഴ കിട്ടുമ്പോ അവിടെ എന്താ ഉണ്ടാകുക? നല്ല തരിശായി കിടക്കുക. പക്ഷെ മഴ കഴിഞ്ഞാൽ എല്ലായിടത്തും പച്ച നിറയും. അപ്പൊ അവിടെ ചെടികൾ കിളിർത്തു വരികയാണ്. ഇതുപോലെ ആയിരിക്കും മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഖുർആൻ ചില സ്ഥലങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലം സൂറത്ത് അൽ അറാഫിൽ 57-ാമത്തെ ആയത്ത്, വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി, മഴയാകുന്ന തന്റെ അനുഗ്രഹത്തിന്റെ മുമ്പ് കാറ്റുകളെ അയക്കുന്നത് അള്ളാഹുവാണ്. അല്ലെ, മഴ പെയ്യുന്നതിന് മുമ്പ് എന്തുണ്ടാവും? ഒരു കാറ്റടിക്കും. ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാല, എന്നിട്ട് ആ കാറ്റുകൾ ഭാരമുള്ള മേഘങ്ങളെ വഹിച്ചു കഴിഞ്ഞാൽ, സുഖ്നാഹു ലിബലദിൻ മയ്യിത്ത്, നിർജീവമായ ഒരു സ്ഥലത്തേക്ക് നാം അവയെ തെളിച്ചു കൊണ്ടുപോകും. ഏതിനെ? ഈ മേഘങ്ങളെ നാം തെളിച്ചു കൊണ്ടുപോകും. ഫഅൻസൽനാ ബിഹിൽ മാഅ, എന്നിട്ട് അവിടെ നാം ആ വെള്ളത്തെ ഇറക്കും. ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത്, എന്നിട്ട് ആ മഴ മുഖേന എല്ലാ കായ്കനികളിൽ നിന്നും ചെടികളെ പുറത്തു കൊണ്ടുവരും. കദാലിക നുഖ്രിജുൽ മൗത, കണ്ടോ? കദാലിക്, അപ്രകാരമാണ്, നുഖ്രിജുൽ മൗത, മരണപ്പെട്ടവരെ നാം പുറത്തു കൊണ്ടുവരുന്നത്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർക്കാനും ചിന്തിക്കാനും വേണ്ടി. ഇത് സൂറത്ത് അൽ അറാഫിലെ 57-ാമത്തെ ആയത്താണ്. വല്ലാഹുല്ലദീ അർസല റിയാഹ, സൂറത്ത് ഫാത്തിറിൽ 9-ാമത്തെ ആയത്ത്. അള്ളാഹു ആകുന്ന കാറ്റുകളെ അയക്കുന്നത്. ഫതുസീറു സഹാബൻ, ആ കാറ്റുകൾ മേഘങ്ങളെ ഇളക്കി വിടുന്നു. ഫസുഖ്നാഹു, അങ്ങനെ നാം അവയെ കൊണ്ടുപോകുന്നു. ഇലാ ബലദിൻ മയ്യിത്തിൻ, നിർജീവമായ ഒരു നാട്ടിലേക്ക്. ഫഅഹ്യൈനാ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായി കിടന്ന ഭൂമിയെ നാം അത് മുഖേന ജീവൻ നൽകുന്നു. വെള്ളമങ്ങ് നട്ടുമ്പോ അവിടെ ചെടികൾ കിളർത്ത് ആ പ്രദേശത്തിന് ജീവൻ വെൽക്കുകയാണ്. വകദാലിക നുശൂർ, അപ്രകാരമാകുന്നു നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. നമ്മുടെ ഒരുമിച്ച് കൂട്ടൽ അങ്ങനെയാകുന്നു. അപ്പൊ ഭൂമിയിൽ അനക്കമില്ലാതെ കിടക്കുന്ന ചെറിയ വിത്തുകൾ, ആ വിത്തുകൾക്ക് മഴയുടെ നനവ് തട്ടുമ്പോൾ മുള പൊട്ടി പുറത്തു വരുന്നു. പിന്നെ അത് വളർന്നു വലിയ മരവും പൂവും കായൊക്കെ ആയി തീരുന്നു. ഇതിനോട് സാമ്യതയുള്ള ഒരു മുളപൊട്ടൽ തന്നെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനും സംഭവിക്കുന്നത്. അവിടെ നിങ്ങൾ ചോദിക്കും, അവിടെ ഏതാ വിത്ത്? അവിടെ ചെറിയൊരു വിത്തുണ്ട്. ഓരോ മനുഷ്യന്റെയും നശിക്കാതെ കിടക്കുന്ന ഒരു എല്ലുണ്ട്. മനുഷ്യൻ മരിച്ചാല് ഒരു എല്ലിന്റെ കഷ്ണം നശിക്കൂലതാ. ആ ചാറൽ മഴ കിട്ടുമ്പോൾ അതിൽ നിന്നാണ്, ആ എല്ലും കഷ്ണത്തിനാണ് ജീവൻ തുടിച്ചു വരുന്നതാണ്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, കഥ പറയല്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മാ ബൈന നഫ്ഖതൈനി 40, രണ്ട് കാളമൂത്തിനിടയിൽ 40 ഉണ്ട് എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അവര് ചോദിച്ചു, യാ അബൂ ഹുറൈറ 40 യൗമൻ, 40 ദിവസമാണോ?
ഖാല അബൈത്, എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഖാലു 40 ശഹ്റൻ, 40 മാസാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അബൈത്, എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഖാലു 40 സനതൻ, 40 കൊല്ലാണ്. ഖാല അബൈത്. തുമ്മ യുനസ്സിലുല്ലാഹു മിനസ് സമാഇ മാഅൻ, പിന്നെ അല്ലാഹു ആകാശത്ത് നിന്നും മഴ ഇറക്കും. ഫയംബുതൂന കമാ യംബുതുൽ ബഖൽ, അപ്പോൾ അവരൊക്കെ മുളച്ചു വരികയായി ചീര മുളച്ചു വരുന്നത് പോലെ. എന്നിട്ട് റസൂൽ പറയാ വലൈസ മിനൽ ഇൻസാനി ശൈഉൻ ഇല്ലാ യബ്ല, മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ നശിക്കാത്തതായി ഒന്നുമില്ല. ഇല്ല അദ്മം വാഹിദ, ഒരൊറ്റ എല്ലൊഴികെ. അതേതാ? വഹുവ അജ്ബുദ്ദനബ്. അജ്ബുദ്ദനബ് എന്ന വാൽക്കുറ്റി, നമ്മളെ ഈ നട്ടല് പോയി അവസാനിക്കുന്നില്ലേ ഊരന്റെ അവിടെ ലാസ്റ്റ്, അത് ആ വാൽക്കുറ്റി അവിടെ അതെങ്ങനെയായാലും നശിക്കൂല എന്നാ പറഞ്ഞത്. വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിന്മേലാണ് സൃഷ്ടിപ്പ് രണ്ടാമത് ഘടിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അജബുദ്ദംബെന്ന് പറയുന്ന ധനബെന്ന് പറയുന്ന ആ എല്ല്, ആ വാൽക്കുറ്റിയുടെ എല്ലുണ്ടല്ലോ, അത് നശിക്കാതെ കിടക്കും എന്നാണ്. അത് വേറെയും ഹദീസിൽ തന്നെ കാണാം. കുല്ലുബിനി, ഇത് മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്, 2955 ഹദീസ്, കിതാബുൽ ഫിതൻ എന്ന് പറയുന്ന അധ്യായത്തിലാണ്. കുല്ലുബിനി ആദം യഅ്കുലുഹു തുറാബ്, ആദമിന്റെ എല്ലാത്തിനെയും മണ്ണ് തിന്നും. ഇല്ല അജ്ബദ് ധനബ്, ഈ വാൽക്കുറ്റി ഒഴികെ. മിന്നു ഖുലിഖ, അതിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹു റക്കബ്, അതിൽ തന്നെ രണ്ടാമത് കൂട്ടിഘടിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇതില് പ്രവാചകന്മാരെ കാര്യം പ്രത്യേകം ഖുർആൻ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്ത്? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയ, പ്രവാചകന്മാരുടെ ശരീരങ്ങളെ മണ്ണ് തിന്നുന്നത് അള്ളാഹ് ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ശരീരം ചെയ്യൂല, നശിക്കുന്നത് പ്രത്യേകതയാണ്. ബാക്കിയുള്ള എല്ലാവരും ശരീരവും നശിക്കും, എന്നിട്ട് ഈ എല്ല് മാത്രം ബാക്കിയാവും. അതിനെ വിശ്വാസം മറ്റൊരിക്കൽ പറഞ്ഞു, ഇന്ന ഫിൽ ഇൻസാനി അദ്മല്ലാത്ത ഉകുലുൽ അർദു അബദ, ഭൂമി ഒരിക്കലും തിന്നാത്ത ഒരു എല്ലുണ്ട് മനുഷ്യനിൽ. ഫീഹി യുറക്കബു യൗമൽ ഖിയാമ, അതിൽ നിന്നാണ് മനുഷ്യൻ രണ്ടാമത് കൂട്ടി ഘടിപ്പിക്കപ്പെടുന്നത്. അപ്പൊ സഹാബികൾ ചോദിച്ചു അയ്യു അൽമിൻഹു യാ റസൂലല്ലാഹ്, ഏതാണ് റസൂലായി എല്ല്? ഖാല അജ്ബുദ് ധനബ്, വാൽക്കുറ്റിയിലെ എല്ലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണ്ടായി. അപ്പൊ അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ മൊത്തത്തിൽ കേട്ടപ്പോ കേൾക്കാത്ത ചില സംഗതികളായിരിക്കും ഇതൊക്കെ. ആ ചാറൽ മഴയെ പറ്റി നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. ഈ അജ്ബുദ് ധനബെന്ന് പറയുന്ന അതിൽ നിന്നാണ് മുള പൊട്ടുന്നത് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അതല്ല ഹദീസിൽ സഹിഹായി വന്നിട്ടുള്ള കാര്യങ്ങളെയാണ്. അതിനുശേഷം മനുഷ്യൻ പഴയ ശരീരത്തോടെ ഉയിർത്തെഴുന്നേറ്റ് വരാൻ, ഇതിനെയാണ് പലപ്പോഴും പലരും നിഷേധിക്കുന്നത്. ഈ ഉയിർത്തെഴുന്നേൽപ്പിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഇനി മരണമില്ല, മരണഞ്ഞില്ല. നാനാഭാഗത്തും മരണം വരും, പക്ഷെ മരിക്കില്ല. സൂറത്ത് ഇബ്രാഹിം 17. അംർ ബിൻ മൈമൂനുൽ അവദി പറഞ്ഞതായിട്ട് ഖാമഫീന മുആദ് ബിൻ ജബൽ, മുആദ് ബിൻ ജബൽ ഞങ്ങൾ മുമ്പിൽ എണീറ്റുന്നു, പ്രസംഗിക്കാൻ നിന്നു. എന്നിട്ട് പറയാ ബനു അവദ് ഗോത്രക്കാരെ, ഇന്നി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനാണ് ഞാൻ നിങ്ങളിലേക്ക്. തഅലമൂനൽ മആദ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള മടക്കം നിങ്ങൾക്കറിയാമല്ലോ. സുമ്മ ഇലൽ ജന്ന അവിന്നാർ, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. വഇഖാമത്തുല്ലാ ലഅനഫി, പിന്നെ അവിടെ താമസമാണ്, അവിടുന്ന് യാത്ര പോകലില്ല. വഖുലൂദുൻ ലാ മൗത്ത്, ശാശ്വത ജീവിതമാണ്, പിന്നെ മരണമില്ല. ഫി അജ്സാദിൻ ലാ തമൂത്ത്, മരിക്കാത്ത ശരീരങ്ങളുമായി. അപ്പൊ മരിക്കാത്ത ശരീരമാണ് ആ കിട്ടിയ ശരീരം. ഇവിടെ കിട്ടിയ ശരീരം പോലെയല്ല, ആ കിട്ടിയ ശരീരം പിന്നെ മരണമില്ല. മാത്രമല്ല ഒരു പ്രതീകാത്മകം എന്ന നിലക്ക് മരണത്തെ അവിടെ അറുക്കും. മരണത്തെ ഒരു മുട്ടനാടിന്റെ രൂപത്തിൽ കൊണ്ടുവരും. എന്നിട്ട് ഒരാൾ വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ, ഖുലൂദ്, ശാശ്വത ജീവിതം, ഫലാ മൗത്ത്, ഇനി മരണമില്ല. വയാ അഹ്ലൻ നാർ, നരകക്കാരെ, ഖുലൂദും വലാ മൗത്ത്, ശാശ്വത ജീവിതം, ഇനി മരണമില്ല. ഒരു മുട്ടനാടിന്റെ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് മരണത്തെ ഒരു മുട്ടനാടാക്കിയിട്ട് അതിനെ അറുത്തുകളി, പിന്നെ മരണമില്ല എന്നാണ്. പിന്നെ ഉയിർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കിട്ടുന്ന കാഴ്ചയല്ല, കാഴ്ച ഇരട്ടിച്ചു. ഇവിടെ കാണാൻ കഴിയാത്ത പലതും നമ്മൾ അവിടെ കാണുകയാണ്. കണ്ണിന്റെ മൂടി നീങ്ങി പലതും നമ്മൾ കാണുകയാണ്. പിന്നെ സ്വർഗവാസികളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. കാഷ്ടം, മൂത്രം, തുപ്പൽ, വിയർപ്പ്, ഇങ്ങനെയുള്ള വേസ്റ്റ് ഒന്നും അവിടെ ഇല്ല. ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. സ്ത്രീകൾക്ക് ആർത്തവ രക്തമല്ല, ഒന്നുമില്ല. അതും ഒരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എണീറ്റ് വന്ന ഈ മനുഷ്യരൊക്കെ മഹ്ശറിലേക്ക് പോകണം. മഹ്ശർ എന്ന് കേട്ടിട്ടില്ലേ? ഒരുമിച്ച് കൂട്ടുന്ന ആ മൈതാനത്തിനാണ് എന്ത് പറയാ? മഹ്ശർ എന്ന് പറയുന്നത്. മഹ്ശറിലേക്കുള്ള വിളി നേരത്തെ പറഞ്ഞില്ലേ, ആ വിളി കേട്ടാൽ ആ വിളിക്ക് ആരും ഉത്തരം ചെയ്യാതിരിക്കണം. സൂറത്ത് ത്വാഹ 108 കാണാം, യൗമ ഇദിൻ യസ്തബിഊന ദാഇയ ലാ ഇവജ ലഹു, എല്ലാവരും വന്ന ആ വിളിയാളനെ പിൻപറ്റും.
ആരും അത് നിരസിക്കൂല. ആ ക്ഷണം ആരും നിരസിക്കൂല. ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും കുതിക്കുകയാണ്. അവിടെ കാലടിയുടെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ എന്നാണ് സൂറത്ത് ത്വാഹയിൽ തന്നെ കാണാം. പിന്നെ ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെടും, ഒന്നാമതായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവൻ ഞാനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ഡ്രസ്സും ഇല്ലാതെ തന്നെ അള്ളാഹ് ഒരുമിച്ച് കൂട്ടുക. എല്ലാവരും നഗ്നരായിക്കൊണ്ടാണ് വരിക. മാത്രല്ല പുരുഷന്മാരൊക്കെ മുസ്ലിങ്ങളൊക്കെ സുന്നത്ത് കഴിക്കും, എന്നാ സുന്നത്ത് ചെയ്യാത്തവരായിട്ടാണ് അവിടെ വരിക. യുഹ്ശറുന്നാസ് യൗമൽ ഖിയാമത്തി ഹുഫാത്തൻ ഉറാത്തൻ ഗുർലൻ, കാലിൽ ചെരുപ്പില്ലാതെ ഒരു വസ്ത്രവുമില്ലാതെ സുന്നത്ത് ചെയ്യപ്പെടാത്തവരായിക്കൊണ്ട്, എന്നാ ഛേദാകർമ്മം ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുക. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പറയാ, ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹ് അർരിജാലു വന്നിസാഉ ജമീഅൻ യൻദുറു ബഅദുഹും ഇലാ ബഅദ്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് വരികയെ പരസ്പരം നോക്കൂല്ല നബിയെ? ഫഖാല യാ ആയിഷ അൽ അംറു അശദ്ദു മിനൻ യൻദുറു ബഅദുഹും ഇലാ ബഅദ്, എല്ലാവരും അതിനേക്കാളൊക്കെ എത്രയോ ഗൗരവമേറിയ സമയം. ആർക്കാ പാടാ ഉറത്തു നോക്കാൻ സമയം? എല്ലാരും ഒരുപോലെയാണ്. പിന്നെന്താ അവിടുത്തെ പ്രശ്നം? ആരും ഒന്നും നോക്കൂല. അത്രയും ഗൗരവമേറിയ ഗുരുതരമായ സന്ദർഭമായിരിക്കും അതെന്ന്. ഇത് ബുഖാരി 6527 നമ്പർ ഹദീസാണ്. മിസ്കാത്തിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നകും മഹ്ശൂറൂന ഹുഫാത്തൻ ഉറാത്തൻ ഗുർല. കണ്ടോ, നിങ്ങൾ കാൽ പാദം നഗ്നരായിക്കൊണ്ട് ഛേദാകർമ്മം ചെയ്യപ്പെടാത്തവരായിക്കൊണ്ട് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. എന്നിട്ട് അദ്ദേഹം ഒരു ആയത്തോതി, കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ, നാം ആദ്യ സമയത്ത് സൃഷ്ടിപ്പ് തുടങ്ങിയതുപോലെ നാം വീണ്ടും അത് ആവർത്തിക്കും, അത് നമ്മുടെ മേൽ വാഗ്ദാനമാണ്, നമ്മൾ അങ്ങനെ ചെയ്യുന്നതാകുന്നു. സൂറത്ത് അംബിയായിലെ 104 ആയത്ത്. ആ ആയത്ത് അദ്ദേഹം ഓതുകയുണ്ടായി. പിന്നീട് അടിമകൾക്കൊക്കെ വസ്ത്രം അണിയിക്കപ്പെടും. നല്ലവർക്ക് മാന്യമായ വസ്ത്രവും ദുർവൃത്തരായി മരിച്ചവർക്ക് അപമാനകരമായ വസ്ത്രവുമാണ് അണിയിക്കപ്പെടുക. ആദ്യമായി വസ്ത്രം അണിയിക്കപ്പെടുന്ന ആർക്കായിരിക്കും? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനായിരിക്കും. അതാ അത് ബുഖാരിയിലെ 6526 നമ്പർ ഹദീസിൽ കാണാം. വഇന്ന അവ്വലൽ ഖലായികി യുക്സാ യൗമൽ ഖിയാമ ഇബ്രാഹിമുൽ ഖലീൽ അലൈഹിസ്സലാം. സൃഷ്ടികളെ കൂട്ടത്തിൽ ഒന്നാമതായി ഖിയാമത്ത് നാളിൽ വസ്ത്രം അണിയിക്കപ്പെടുന്ന ആരായിരിക്കും? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പൊ ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേക ബഹുമാനമാണത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഏത് അമൽ ചെയ്യുന്നവനായിട്ടാണോ നമ്മൾ മരിച്ചത് ആ അവസ്ഥയിലായിരിക്കും ഉയർത്തെഴുന്നേറ്റ് വരിക. ഒരാൾ വ്യഭിചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇടിപൊട്ടി പേഷ്യന്റെ ഒപ്പം കിടന്നങ്ങ് മരിച്ച്, ആ രൂപത്തിലായിരിക്കും എണീറ്റ് വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു ദുരന്തമാണെന്ന്. കള്ളുഷാപ്പിൽ വെച്ചാണ് ഒരാൾ മരിച്ചെങ്കിൽ കള്ളുഷാപ്പിൽ ആ കുടിച്ച് കൂത്താടി രൂപത്തിലായിരിക്കും ആൾ വരിക. ഇദാ അറാദല്ലാഹു ബിഖൗമിൻ അദാബൻ അസാബൽ അദാബ മൻ കാന ഫീഹിം, അള്ളാഹു ഒരു ജനതക്ക് ശിക്ഷ ഉദ്ദേശിച്ചാൽ അവിടെ ഉള്ളവരൊക്കെ ശിക്ഷിക്കും. നല്ല ആളുകളും ചിലപ്പോൾ പെടും അല്ലെ? ഒരു സമൂഹത്തെ ഒന്നും ശിക്ഷിക്കുമ്പോ തുമ്മ പോയിമാലി, പിന്നെ ഓരോരുത്തരും അവരെ അമലുകൾക്കനുസരിച്ച് എഴുന്നേൽപ്പിക്കപ്പെടും. ഇത് മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹദീസിൽ കാണാം, സമീഅത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യുബഅത്തു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി, ഏതൊന്നിലായിട്ടാണോ ഒരു അടിമ മരിച്ചത് ആ നിലയിൽ അയാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരിക്കലേ ഒരു ഹാജി ഹജ്ജ് ചെയ്തുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കെ ഒട്ടകപ്പുറത്ത് നേരെ വീണ് കഴുത്ത് പൊട്ടി മരിച്ചു. ഇഹ്റാമിലായി മരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്സിലു ബിമാഇൻ വസിദ്രിൻ, വെള്ളവും താളി ഉപയോഗിച്ച് അദ്ദേഹത്തെ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കണം. വകഫിനുഹു ഫീ സൗബൈഹി, ഹാജിക്ക് 2 വസ്ത്രം, ഒന്ന് ഉടുക്കാനും ആ 2 വസ്ത്രത്തിൽ തന്നെ നിങ്ങൾ അദ്ദേഹത്തെ കഫൻ ചെയ്യണം. വലാ തുമിസ്സൂഹു ബിത്വീബിൻ, അദ്ദേഹത്തെ നിങ്ങൾ സുഗന്ധം സ്പർശിക്കരുത്. സാധാരണ നിനക്കാണെങ്കിൽ ഈ കഫനൊക്കെ എന്ത് ചെയ്യും? പുകയൊള്ളിക്കുമല്ലോ, പിന്നെ സുഗന്ധം തെളിക്കുമല്ലോ. പക്ഷേ ഹാജിക്ക് എന്ത് പാടില്ല? ഹാജിക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് സുഗന്ധം തൊടാൻ പാടില്ല. വലാ തുഖമ്മിറു റഅസഹു, തല മൂടാനും പാടില്ല. കാരണം ഹാജിക്ക് എന്ത് ചെയ്യാൻ പാടില്ല? തലമറക്കാൻ പാടില്ല. അതുകൊണ്ട് ഫഇന്നഹു യുബ്അത്ത് യൗമൽ ഖിയാമത്തി മുലബ്ബിയ, തൽബിയത്ത് ചെല്ലുന്നവനായി തല തുറന്നിട്ടവനായിട്ടായിരിക്കും നാളെ അദ്ദേഹം വരിക. അപ്പൊ ഹാജിയായിട്ട് മരിച്ച അങ്ങനെയായിരിക്കും വരിക. അപ്പൊ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്, തെറ്റുകളിലും തമ്മാടിത്തങ്ങളിലൊക്കെ നമ്മൾ പോയാൽ
അവിടെ വെച്ചാണ് നമ്മൾ മരിക്കുന്നെങ്കിൽ നാളെ ഈ മഹ്ശറിലെ ആളുകളുടെ മുമ്പിൽ നമ്മൾ എണീറ്റ് വരുന്നത് ആ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. ഒരു ഷഹീദ് യുദ്ധത്തില് രക്തസാക്ഷിയായ ഒരാള് ആ അവസ്ഥയിൽ അവരെ ചോര വാർന്നൊഴുകുന്ന അവസ്ഥയിലായിരിക്കും. പക്ഷേ അവിടെ അയാളുടെ വ്രണങ്ങൾക്ക് ദുർഗന്ധം ഉണ്ടാവില്ല. റസൂലുള്ളാഹി പറഞ്ഞത് കസ്തൂരിയുടെ മണമായിരിക്കും അതിൽ നിന്നും അടിച്ചു വീശുന്നത് ഹദീസിൽ കാണാൻ സാധിക്കും. ഇതുകൊണ്ടാണല്ലോ നമ്മളോട് മരിക്കാനടുത്ത ആൾക്ക് എന്ത് ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ അയാൾ ആ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചാൽ ആ നിലയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, എണീറ്റ് വരുന്നത്. അവസാനത്തെ വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുമ്പോൾ സ്വർഗത്തിൽ കിടക്കുന്ന ഹദീസ് വാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി സുഹൃത്തുക്കളെ, മനുഷ്യരുടെ ചില രംഗങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കലേ. ഒന്ന്, തലക്കുമീതെ നേരെ മുകളിലായിരിക്കും അന്ന് കത്തിജ്വലിക്കുന്ന സൂര്യൻ ഉണ്ടാവുക. അതിന്റെ ഫലമായി ജനങ്ങളൊക്കെ കടുത്ത വിയർപ്പിൽ മുങ്ങും. അത് ഹദീസിലുണ്ട്. തുദന ശംസു യൗമൽ ഖിയാമ മിനൽ ഖൽഖ്, ഖിയാമത്ത് നാളിൽ സൂര്യൻ അടുത്തു കൊണ്ടുവരപ്പെടും. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ, ഒരു മീൽ അകലമേ ഉണ്ടാവൂ. ഖാല സുലൈം ബിൻ ഫവല്ലാഹി മാ അദ്രി മാ യഅനി ബിൽ മീൽ, മീൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ മസാഫത്തൽ അർളി, ഭൂമിയിലുള്ള മൈലാണോ, അമിൽ മൈലല്ലദി തുഖ്തഹൽ ബിൽ ഐൻ, കണ്ണിൽ സുർമയിടുന്ന ഒരു കോലില്ലേ, സുർമക്കോല്, അതൊരു മീൽ എന്നാ പറയാ. ആ അത്ര അടുത്താണ്. ഏതാ ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞൂടാണ്. മീൽ എന്നാ റസൂല് പറഞ്ഞിട്ടില്ല, രണ്ടിനും മീൽ എന്നാണ് ഉപയോഗിക്കാറ്. അപ്പൊ അത്ര അടുത്ത് കൊണ്ടുവരപ്പെടും. ഓരോരുത്തരും അവരെ പ്രവർത്തനങ്ങളുടെ കണക്കനുസരിച്ച് വിയർപ്പിലായിരിക്കും. ചിലർ അവരെ നെരിയാണിയോളം വിയർപ്പിലായിരിക്കും. ചില മുട്ടുകാലോളം, ചില അരക്കെട്ട് വരെ. ചിലരെ വിയർപ്പ് അങ്ങോട്ട് കടിഞ്ഞാണിട്ടിട്ടുണ്ടാവും. വാശാ റസൂലുള്ളാഹി എന്നിട്ട് വായിലേക്ക് ഇങ്ങനെ ചൂണ്ടി. അപ്പൊ വേർപ്പിന് ഇങ്ങനെ മുങ്ങിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. വേർപ്പുണ്ട് കടിഞ്ഞാണിട്ടുന്നാ പ്രയോഗിച്ചത്. അത്രയും വേർപ്പായിരിക്കുന്നു. ഇതെല്ലാം അക്ഷരം പ്രതി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, അല്ലാതെ എന്തെങ്കിലും മാമക്കഥ പറയല്ല. ഹദീസിലും ഖുർആനിലും വ്യക്തമായി വന്നിട്ടുള്ളതാണ്. ഇനി സത്യനിഷേധികളുടെ അവസ്ഥ എന്തായിരിക്കും? വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖറനീന ഫിൽ അസ്വാദ് സറാബീലുഹും മിൻ ഖത്റാൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. സൂറത്ത് ഇബ്രാഹിമിൽ 50-ാമത്തെ ആയത്താണ്. കൈകാലുകളൊക്കെ ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് ബന്ധിച്ചിരിക്കുന്നതാണ്. കുറ്റവാളികളെ അന്നേ ദിവസം നിനക്ക് കാണാം ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായി. അവർ വസ്ത്രം ഏതാണ്ടാണ്? താറുകൊണ്ടുള്ള വസ്ത്രമാണ്. താറുകൊണ്ടുള്ള വസ്ത്രമാകുമ്പോൾ തീ പിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്തായില്ലേ? മുഖങ്ങളൊക്കെ മൂടിയിട്ടുണ്ടാവും എന്നാ പറഞ്ഞത്. അവർ ധരിക്കുന്ന കുപ്പായം എന്താണ്? സറാബിയിൽ എന്ന കുപ്പായ, കമീസാണ്. അത് താറുകൊണ്ടായിരിക്കും. മാത്രമല്ല, അക്രമികൾ സംഭവിച്ചു പോയ അബദ്ധത്തിൽ കൈകടിക്കുന്നവരുകൾ. അങ്ങനെ തന്നെ ഖുർആന്റെ പ്രയോഗം. അക്രമി തന്റെ 2 കൈക്കും കടിക്കുന്ന ദിവസം യഖൂലു, അവൻ വിലപിക്കുകയാണ്, യാ ലൈതനി തഖത്തു മഅ റസൂലി സബീല, ഞാൻ റസൂലിനോടൊപ്പമുള്ള ആ മാർഗം സ്വീകരിച്ചെങ്കിൽ അത്ര നന്നായേനെ. യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നവനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ലഖദ് അളല്ലനി അനി ദിക്ർ, അവൻ എന്നെ ഈ ഉത്ബോധനത്തെ തെറ്റിച്ചു കളഞ്ഞല്ലോ. ബഅദ ഇദ് ജാഅനി, ആ ഉത്ബോധനം എനിക്ക് വന്ന ശേഷം. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, പിശാച് മനുഷ്യനെ പെടുത്തേണ്ടതിലൊക്കെ പെടുത്തിയിട്ട് തക്ക സമയത്ത് അവൻ പിന്മാറിക്കളയും, കൈയൊഴിയും എന്ന് ഖുർആൻ പറയാണ്. ഇത് സൂറത്തുൽ ഫുർഖാനിലുള്ളത്. പിന്നെ അമ്മ അല്ലേ, അമ്മയത്താരും, അതിന്റെ അവസാനം എന്താ? വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ, സത്യനിഷേധി പറയാണ്, ഞാൻ മണ്ണായി മാറിയെങ്കിൽ എത്ര നന്നായിരുന്നു. അത് വേറെയുണ്ട്. സൂറത്ത് നിസാ 42-ാമത്തെ ആയത്തിലുണ്ട്. യൗമഇദിൻ യബദ്ദുല്ലദീന കഫറു, സത്യനിഷേധികൾ അന്നേ ദിവസം ആഗ്രഹിക്കും, വഅസബുർ റസൂൽ, റസൂലിനെതിരെ പ്രവർത്തിച്ചവരും, ലൗ തുസവ്വാ ബിഹിം അൽ അർദ്, അവരും ഭൂമിയോടൊപ്പം നിരപ്പാക്കപ്പെട്ടിരുന്നെങ്കിൽ, മണ്ണോട് ചേർന്നിരുന്നെങ്കിൽ എന്ന്. പിന്നെ സ്വർഗവും നരകവും കൺമുന്നിൽ കൊണ്ടുവരപ്പെടും. വഹിദൽ ജഹീമു സുഇറത് വഇദൽ ജന്നതു ഉസ്ലിഫത്, നരകം ജ്വലിപ്പിക്കപ്പെടും, സ്വർഗം അടുത്തു കൊണ്ടുവരപ്പെടും. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്നേ ദിവസം നരകം കൊണ്ടുവരും. പക്ഷേ അന്നേ ദിവസം ഈ എല്ലാവരും വളരെ പേടിയിലും ഭയത്തിലുമായിരിക്കും, സംഭ്രമചിത്തമായ ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ മുത്തഖീങ്ങളായ ആളുകൾ വളരെ നിർഭയരായിരിക്കും.
അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയാസങ്ങളൊന്നും അവർ അലട്ടൂല. അത് ഖുർആൻ സൂറത്ത് അൽ അംബിയയിലെ 103-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ, ആ വലിയ സംഭ്രമം, ആ വലിയ ഭീതി അവരെ ദുഃഖിപ്പിക്കുകയില്ല. വതതലഖാഹുൽ മലായിക, മലക്കുകൾ അവരെ എതിരേൽക്കും. ഹാദാ യൗമുകുമുൽ ലദീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം ഇതാ എന്ന് പറയും. മാത്രമല്ല അല്ലാഹ് അവരെ സമാധാനിപ്പിക്കാണ്. യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം വലാ അൻതും തഹ്സനൂൻ, എന്റെ അടിമകളെ നിങ്ങൾക്ക് ഭയപ്പാടില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ആരല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ, നമ്മുടെ ആയത്തുകൾ വിശ്വസിക്കുകയും മുസ്ലിങ്ങളാവുകയും ചെയ്തു. സൂറത്ത് സുഖ്റുഫ് 69-ാമത്തെ. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ മുത്തഖീങ്ങൾക്ക് സകലവും അന്ന് നിർഭയത്വം ലഭിക്കുന്നത്? എല്ലാവരും പേടിച്ച സന്ദർഭത്തിൽ അവർ ദുനിയാവിൽ അള്ളാഹുവിനെയും അവന്റെ ശിക്ഷയെയും വളരെയേറെ ഭയന്നുകൊണ്ടാണ് ജീവിച്ചത്. അവന്റെ പ്രതിഫലം കൊതിച്ചുകൊണ്ട് ത്യാഗങ്ങൾ ഏറെ സഹിച്ചുകൊണ്ടാണ് അവർ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈ ദുനിയാവിൽ കഴിച്ചുകൂട്ടി. അതുകൊണ്ട് അന്നത്തെ ദിവസം അവർക്ക് പേടിയില്ല. നമ്മള് ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്ർ സൂറത്തുൽ ദഹ്ർ, സൂറത്തുൽ ഇൻസാൻ പറയും. അതിലുണ്ട് പാവപ്പെട്ടവർക്കും യതീമുകൾക്കും ജയിൽ പുള്ളികൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കും. അപ്പൊ അവരെ മനോഗതം കുറുകാൻ പറയുന്നുണ്ട്. അവർ പറയാണ്, മനസ്സിൽ പറയാ, ഇന്നമാ നുതഇമുക്കും ലിവജ്ഹില്ലാ, അള്ളാഹുവിന്റെ മുഖം ഉദ്ദേശിച്ചാണ്, അവന്റെ മുഖം കാണേണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രത്യുപകാരമോ ഒരു നന്ദി വാക്കോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. കണ്ടോ, മുഖം ചുളിഞ്ഞു പോകുന്ന ഗുരുതരമായ ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയാണ്. അപ്പൊ ആ പേടിയാണ് അവർക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 7 കൂട്ടർക്ക് പ്രത്യേകം തണലിട്ട് കൊടുക്കുന്നു. ആ ഹദീസ് കേട്ടിട്ടുണ്ടാവും. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, തന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം 7 വിഭാഗങ്ങൾക്ക് അള്ളാഹു തണലിട്ട് കൊടുക്കും. ഒന്നാരാന്നറിയോ? അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. 2, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാക്കാണ് നമുക്ക്, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ല, യുവാവായിരിക്കെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് കഴിച്ചു കൂട്ടിയവൻ. യൗവന കാലത്താണല്ലോ കുടിക്കാനും പിടിക്കാനും കളിക്കാനും ഒക്കെ രക്തത്തിളപ്പുള്ള കാലം. അന്ന് അതെല്ലാം ഒഴിവാക്കി ഇബാദത്തിൽ കഴിച്ചു കൂട്ടിയ ആള്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, മറ്റൊരാൾ അയാളുടെ ഹൃദയം പള്ളികളുമായി ബന്ധിക്കപ്പെട്ടത്, എന്നും പള്ളിയിൽ പോവുക, പള്ളിയുമായി ബന്ധപ്പെട്ടാണ് അയാളുടെ ജീവിതം. പിന്നെ വറജുലാനി തഹാബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, 2 വ്യക്തികൾ അവർ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിച്ചു, ഒരുമിച്ച് കൂടി കൂട്ടുകാരായി, അള്ളാഹിന്റെ പേരിൽ തന്നെ പിരിഞ്ഞു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം 2 കൂട്ടരും ചെയ്യുന്നവരാണ്. ആ നിലക്ക് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു. പാർട്ടിക്ക് വേണ്ടിയോ ഗ്രൂപ്പിന് വേണ്ടിയോ ഒന്നല്ല സ്നേഹിച്ചത്, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു. പിന്നെ അള്ളാഹ്ക്കെതിരായ പ്രവർത്തനത്തിന് കൂട്ടുകാരൻ പോയി, പലവട്ടം ഉപദേശിച്ചിട്ട് പോയില്ല, അവനെ വിട്ടു, അള്ളാഹ്ക്ക് വേണ്ടി അവനെ ഒഴിവായി. അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുകയും അള്ളാഹ്ക്ക് വേണ്ടി വേർപിടിയും ചെയ്ത 2 ആളുകൾ. പിന്നെ വറജുലുൻ തലബത്തുഹു ഇംറഅത്തു ദാതു മൻസിബിൻ വജമാൽ, നല്ല സുന്ദരിയും പദവിയുമുള്ളവളായ കുലീനയായ ഒരു പെണ്ണ് ഒരു പുരുഷനെ ക്ഷണിച്ചു, വേശ്യാവൃത്തിക്ക് വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ അയാൾ ഒഴിഞ്ഞു മാറി. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹിനെ പേടിക്കുന്നു എന്നിട്ട് ഒഴിഞ്ഞു മാറി. കണ്ടോ, അങ്ങനത്തെ ആൾക്ക് സ്വർഗം അള്ളാഹു 7 കൂട്ടർക്ക് തള്ളിട്ട് ഒരാൾ അയാളാണ്. വറജുലുൻ തസദ്ദഖ, മറ്റൊരാള് സദഖ ചെയ്ത ആളാണ്. അഖ്ഫ, സദഖ ചെയ്തപ്പോ രഹസ്യമായി ആരും അറിയിക്കാതെ സദഖ ചെയ്തു. ഹത്താ ലാ തഅലമു ശിമാലു മാ തുൻഫിഖു യമീനു, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിഞ്ഞില്ല, അത്ര രഹസ്യമാക്കി. വറജുലുൻ സക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ, ഒറ്റക്കിരുന്ന്, ആരുമില്ലാത്ത ഒറ്റക്കിരുന്ന് അള്ളാനെ ഓർത്തു. അങ്ങനെ അയാൾ കഴിഞ്ഞ കാല തെറ്റുകളൊക്കെ ഓർത്ത് അയാളെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അള്ളാനെ ഓർത്ത് കരയുന്ന ഒരാള്. ഈ 7 വിഭാഗങ്ങൾക്കാണ് നാളെ അള്ളാഹു മഹ്ശറില് പ്രത്യേകം കണ്ണിട്ട് കൊടുക്കുന്ന. 7 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ 7 കൂട്ടർക്ക് മാത്രമല്ല, വേറെയും ചിലർക്കുണ്ട് കേട്ടോ. ഒരാൾക്ക് കടം കൊടുത്തി, നമ്മള് കടം കൊടുത്തിട്ട് 10-ാം തീയതി തരാൻ പറഞ്ഞു വാങ്ങിയതാ. പക്ഷെ അയാൾ കുറെ ശ്രമിച്ചു നോക്കി, തരാൻ സാധിച്ചില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി അയാൾ ശ്രമിക്കായിട്ടല്ല, ഇല്ലായിട്ടാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ പൈസ തരേണ്ട ദിവസമാണ്, 10-ാം തീയതിയാണ്, ഒന്ന് അവധി നീട്ടി തന്നാ നന്നായിരുന്നു നിങ്ങളെ സമീപിച്ചു. അയാൾ മുങ്ങി നടക്കേ, ഫോൺ ഓഫാക്കേ, മാറി നടക്കൊന്നും ചെയ്തില്ല. നേരെ നിങ്ങളെടുത്ത് വന്നു, എനിക്ക് ഇന്നാണ് 10-ാം തീയതി, നിങ്ങളൊന്ന് നീട്ടി തരണം. അപ്പൊ നിങ്ങൾ അവധി നീട്ടിക്കൊടുത്തു. മൻ അൻളറ മുഅ്സിറൻ, ഞെരുക്കക്കാരൻ ആരെങ്കിലും സാവകാശം കൊടുത്തു, ഔ വളഅൻഹു, അല്ലെങ്കിൽ അയാൾ പറയാണ്
നിനക്ക് പ്രയാസല്ലേ, ഞാനത് വിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് സദക്കയായി. അങ്ങനെ വിട്ടുകൊടുത്തയാള്. ചില ആള് കഴിവുണ്ടെങ്കിലും വിട്ടുകൊടുക്കൂല. ഇടക്കിടക്ക് ചോദിക്കും, എന്താ പൈസ കിട്ടിയില്ലല്ലോ, തരുന്നില്ലല്ലേ, എന്നൊരു വരട്ടല്ലോ ആളടിന്ന്. ഇവനത് കിട്ടിയില്ലെങ്കിലും ജീവിക്കാം, എന്നാലും വിട്ടുകൊടുക്കൂല. പക്ഷെ വിട്ടുകൊടുത്ത വലിയ പുണ്യാണ് അങ്ങനെയുള്ള ആൾക്ക്. അപ്പോ വിട്ടുകൊടുക്കാൻ കഴിയാത്തോണ്ട് അയാൾ എന്ത് ചെയ്തു, അവന് നീട്ടിക്കൊടുത്തു. എന്നാൽ അയാൾക്കും അല്ലല്ലാഹു ഫീ ലില്ലിഹി, അല്ലാഹ് എന്ത് ചെയ്യും, പ്രത്യേക തണൽ കൊടുക്കും. പിന്നെ മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫറജ അല്ലാഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ. ഒരു പൊതു തത്വം പറയാം. ഒരു മുസ്ലിമിന്റെ പ്രയാസം ആരെങ്കിലും ദൂരീകരിച്ചു കൊടുത്താൽ പരലോകത്ത് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ മോചിപ്പിക്കും. അപ്പൊ ഇവിടെ നമ്മളൊരാൾ സഹായിക്കുമ്പോഴൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകേണ്ടതാണ്, ഇവിടെ ഞാൻ ഒരാളുടെ പ്രയാസം തീർത്താൽ, ബുദ്ധിമുട്ട് തീർത്താൽ നാളെ പരലോകത്ത് എനിക്ക് അള്ളാഹു ആശ്വാസം നൽകും എന്നാണ്. ഇനി സുഹൃത്തുക്കളെ, സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം. സ്വർഗത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനു സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഭാവനയിൽ പോലും വന്നിട്ടില്ലാത്ത സുഖ സൗകര്യങ്ങളാണ് സ്വർഗത്തിൽ അള്ളാഹു ഏർപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അത് വർണ്ണിക്കാൻ വാക്കുകളില്ല. ഖുർആനിൽ ഉപയോഗിച്ച ഭാഷയൊന്നും പോരാ അതിന്. അള്ളാഹു നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലേ പറയാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? പക്ഷെ ഭാഷകൾക്കും വർണ്ണനകൾക്കും അപ്പുറത്താണത്. അതുപോലെ നരകമാകുന്ന ശിക്ഷയുടെ താവളം അല്ലെ. ചിലരൊക്കെ വിചാരിക്കും നരകത്തിൽ കിടന്ന കുറച്ച് കഴിയുമ്പോ അതും അങ്ങ് ശീലാവുന്ന്. നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ പോയാൽ ആദ്യമൊക്കെ നമുക്ക് നല്ല ചൂടുണ്ടാവില്ലേ, പിന്നെ 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 നമ്മൾ അതിനോട് അങ്ങ് യോജിക്കൂലേ? ഒരിക്കലുമില്ല. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ആദ്യം അവർ ഇട്ടുപോലുള്ള തൊലിയില്ലേ, ആ തൊലി തീ തിന്നുമ്പോ പിന്നെ പുതിയ തൊലി വെച്ചു കൊടുക്കും, അത് തിന്നുമ്പോ വീണ്ടും അങ്ങനെ തൊലി ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അത് 10-70 കൊല്ലം സുഖിച്ചിട്ട് മീൻ ചുടുന്ന പോലെ തീ കൊണ്ടുപോയിട്ട് കരിക്കട്ട എടുത്തിട്ട് 10 മിനിറ്റ് അല്ല, ഇവിടെ ആരൊക്കെ തീ കൊളിച്ച് മരിക്കണ് എന്നെനിക്ക് ആരെങ്കിലും വിശ്വസിക്കോ? ആരെങ്കിലും നരകത്തെ പേടിക്കോ? അപ്പൊ അതങ്ങല്ല, യമൂതു ഫീഹാ വലാ യഹ്യാ, മരിക്കൂല്ല എന്നാ ജീവിക്കൂല്ല, അതാണ് നരകം. അപ്പൊ അതുകൊണ്ട് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മളെ പ്രാർത്ഥനയിൽ നമ്മളെപ്പോഴും ദുനിയാവിന് വേണ്ടിയാ പ്രാർത്ഥിക്കുക. എനിക്ക് റാങ്ക് കിട്ടണേ, എനിക്ക് നല്ല ശതമാനം കിട്ടണേ, A+ കിട്ടണേ, നല്ല ഭാര്യയെ കിട്ടണേ, നല്ല സമ്പന്നനാകണേ, അങ്ങനെ പലതും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അത് വേണ്ടാന്നല്ല, പക്ഷെ എപ്പോഴും റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന പറഞ്ഞ് നിർത്തണ്ട. എന്ത് വേണം? വഫിൽ ആഖിറതി ഹസന, ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നന്മ തരണേ. പിന്നെ വഖിന അദാബന്നാർ, നരകശിക്ഷ ഞങ്ങൾക്ക് നീ കാത്തു തരണമേ. ഇബാദുർ റഹ്മാന്റെ സ്വഭാവം വിവരിക്കുന്ന നേരത്തിന് വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ഞങ്ങളുടെ നാഥ നരകശിക്ഷ ഞങ്ങൾ തട്ടിമാറ്റണേ. ഇന്ന അദാബഹ കാന ഗറാമ, ആ നരകശിക്ഷ വിട്ടൊഴിയാത്തൊരു വിപത്ത് തന്നെയാണ്. ഇന്നഹാ സാഅത്ത് മുസ്തഖറമ്മ മുഖാമ, ആ നരകമെന്നത് എത്ര മോശമായ ഒരു താവളവും താമസ സ്ഥലവുമാണ്. എല്ലാവരും നമസ്കാരത്തില് തഹിയ്യാത്തില് തശഹുദ് കഴിഞ്ഞ് പിന്നെ സ്വലാത്തും കഴിഞ്ഞ പിന്നെ ദ്വാകൾ ഉണ്ട് അല്ലെ. തഹിയ്യാത്ത് കഴിഞ്ഞ് അശ്വന്ന മുഹമ്മദ് റസൂലുള്ളാഹിന്റെ തശഹുദ് കഴിഞ്ഞ് പിന്നുള്ള എന്താ? സ്വലാത്ത് അല്ലാഹു സല്ലി അലാ മുഹമ്മദ്, അത് ഇന്ന കമീദ് മജീദ് അയും കഴിഞ്ഞ്. പിന്നെ മൂന്നാമത്തെ എന്താ? ദ്വാണ്. ദ്വാ പലതും ഉണ്ട്. അതൊരു ദ്വാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, ഖബറിലെ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലെ, ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്നും മസീഹു ദജ്ജാലിന്റെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അപ്പൊ എല്ലാ നിസ്കാരത്തിലും ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷ നമ്മൾ രക്ഷ ചോദിക്കുകയാണ്. പിന്നെ പ്രാർത്ഥനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു സ്വർഗവും അതുപോലെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന വാക്കും പ്രവൃത്തിയും. വഅഊദു ബിക മിനന്നാർ, ഞാൻ നരകത്തിൽ നിന്നോട് രക്ഷ തേടുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, ആ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന വാക്കും പ്രവൃത്തിയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇവിടെ ആത്മീയ കച്ചവടം നടത്തുന്ന സൂഫികൾ, തരീഖത്തുകാര്, അവർ പറയുന്നൊരു വാദമുണ്ട്, സ്വർഗം മോഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യാൻ പാടില്ല, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയെന്ന് വിട്ടുക്കാനും പാടില്ല.
സൂഫികളെ വാദാത്. അവർ സ്വർഗം ചോദിക്കൂല, അവർ നരകത്തിന് രക്ഷ തേടൂല. മഞ്ഞ പ്രവാചകന്മാർ പഠിപ്പിച്ച എന്താണ്? സ്വർഗം ചോദിക്കണം എന്നാ. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? സ്വർഗം ചോദിക്കണം, നരകത്തിന് രക്ഷ തേടും വേണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്ന് അത് അത്തഹിയ്യാത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിന് വേണ്ടിയും നരകത്തെ രക്ഷപ്പെടാൻ വേണ്ടിയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണ്, കണ്ണിൽ കാണാൻ പോകുന്ന യാഥാർത്ഥ്യം. ആർക്കും ഇന്ന് ഒഴിവില്ല. അതിനെക്കുറിച്ചുള്ള ബോധ്യമാണ് നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ സംശുദ്ധമാക്കി തീർക്കുന്നത്, നമ്മളെ സംസ്കരിക്കുന്നത് അതാണ്. അതുകൊണ്ട് അത് പഠിക്കണം. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നല്ല ധാരണ, ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ആരെയും ബോധിപ്പിക്കാനല്ല, ആരുമില്ലെങ്കിലും സ്വന്തം നിലക്ക് നന്മയിൽ ഉറച്ചു നിൽക്കാൻ, ആരും കാണുന്നില്ലെങ്കിലും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സ്വന്തമായ ഒരു പ്രചോദനം നമുക്കുണ്ടാകണമെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. അത് നമ്മൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കുറിച്ച് ശരിക്കും പഠിച്ച് ഉൾക്കൊള്ളുന്നവരെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കാപട്യത്തിൽ നിന്നും നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന റിയാ, നിഫാഖ് പോലെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീൻ പഠിക്കുവാനും അതിൽ ആനന്ദം കണ്ടെത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും മരിച്ചുപോയ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പറഞ്ഞ വിഷയമായിട്ട് ഒരു 1-2 ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് സമയമുള്ളൂ.